ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മുടെ സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തു? കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ നമുക്കവിടെ നോക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഈ ഒരു പി എൻ ജംഗ്ഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ബ്രേക്ക് ഡൗൺ വോൾട്ടേജും അതുപോലെ തന്നെ ക്നീ വോൾട്ടേജ് എന്ന് പറയുന്ന രണ്ട് കൺസെപ്റ്റ് ആണ്. ഓക്കെ, നമ്മൾ പി എൻ ജംഗ്ഷനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്തെടുക്കുക. കഴിഞ്ഞ ക്ലാസ് നമ്മൾ മെൻഷൻ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? അപ്പോൾ പി എൻ ജംഗ്ഷൻ ഇങ്ങനെ ഫോം ചെയ്യും. അതുപോലെ തന്നെ എന്താണ് പി എൻ ജംഗ്ഷൻ? ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു? നമുക്ക് ഒരു പി ടൈപ്പ് മെറ്റീരിയലിനെയും അതുപോലെ തന്നെ ഒരു എൻ ടൈപ്പ് നമ്മൾ എന്ത് ചെയ്യുന്നു? അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളൊരു പി ടൈപ്പ് മെറ്റീരിയലിനെ എന്ത് ചെയ്യുന്നു? പി ടൈപ്പ് മെറ്റീരിയലിനെയും അതുപോലെ തന്നെ ഒരു എൻ ടൈപ്പ് മെറ്റീരിയൽ എന്ത് ചെയ്യും? പരസ്പരം അടുത്തടുത്ത് വയ്ക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? പി എൻ ജംഗ്ഷൻ അവിടെ ഫോം ചെയ്യും. അപ്പോൾ വെറുതെ ഫോം ചെയ്യില്ല. എന്താണ് അതിന് സ്പെസിഫിക് ആയിട്ടുള്ള എന്തുണ്ട്? ആ ഒരു കണ്ടീഷൻ ഉണ്ട് നമ്മളവിടെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കേണ്ടത് നമ്മൾ പറഞ്ഞു ഇതിൽ ക്നീ വോൾട്ടേജ് ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു പി എൻ ജംഗ്ഷനെ ബന്ധപ്പെട്ട് അവിടെ നമുക്ക് എങ്ങനെ കറണ്ട് ഫ്ലോ, ഓക്കെ, ഫോർവേഡ് ഡയറക്ഷനിൽ എങ്ങനെയാണ്, റിവേഴ്സ് ഡയറക്ഷനിൽ എങ്ങനെയാണ് കറണ്ട് ഫ്ലോ നമുക്ക് എന്ത് ചെയ്യണം? അവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യണം. അപ്പോൾ അത് ഡിസ്കസ് ചെയ്യാനായിട്ട് നമ്മളവിടെ പറയുന്നത് ഒരു വോൾട്ടേജ് ആംബിയർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പി എൻ ജംഗ്ഷൻ, അതായത് എന്താ ഐ വി കർവ് എന്നൊക്കെ പറയും അതിനെ. ഓക്കെ, ഐ വി ക്യാരക്ടറൈസേഷൻ എന്നും അല്ലെങ്കിൽ ഐ വി ക്യാരക്ടറിസ്റ്റിക്സ് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിനെ അറിയപ്പെടുന്നത് വേറൊന്നുമല്ല, നമ്മൾ ഈ പി എൻ ജംഗ്ഷൻ എന്ത് ചെയ്യും? ഒരു സർക്യൂട്ടിലൂടെ കണക്ട് ചെയ്യും. ഓക്കെ, ഒരു പി എൻ ജംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്യും? ഒരു സർക്യൂട്ടുമായി നമ്മൾ അതിനെ കണക്ട് ചെയ്യും. കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഡയോഡ്, ഓക്കെ, അല്ലെങ്കിൽ ഒരു പി എൻ ജംഗ്ഷൻ നമുക്ക് എടുക്കാം. ഓക്കെ, ഒരു പി എൻ ജംഗ്ഷൻ എന്ത് ചെയ്യും? നമ്മൾ സർക്യൂട്ടുമായിട്ട് കണക്ട് ചെയ്യും. കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? സർക്യൂട്ട് വെച്ച് നമ്മൾ എന്ത് ചെയ്യും? അതിനെ അനലൈസ് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ അതിന്റെ കറണ്ട് വോൾട്ടേജ് ഒക്കെ വേരി ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതിനെ അനലൈസ് ചെയ്യും. അപ്പോൾ അതിനെ പറയുന്ന പേരാണ് എന്ത്? വോൾട്ടേജ് വോൾട്ട് ആംബിയർ ക്യാരക്ടറൈസേഷൻ. ഓക്കെ, ക്യാരക്ടറൈസേഷൻ എന്ന് പറയും. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, അപ്പോൾ ഇതിലെന്ന് വെച്ചാൽ ഇതൊരു എക്സ്പെരിമെന്റ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇത് പ്രാക്ടിക്കലിലും ചെയ്യാനുണ്ട്. പ്രാക്ടിക്കലി നമുക്ക് സാധാരണ രീതിയിലും ചെയ്യാം. നിങ്ങൾ അതിനകത്താണെങ്കിൽ വന്നിട്ട് ഒരു അപ്പാരറ്റസ് എക്സ്പെരിമെന്റ് ആയിരുന്ന ആ ഒരു അപ്പാരറ്റസ് വെച്ച് നിങ്ങൾക്ക് അതിനകത്ത് പറഞ്ഞിരുന്നു എക്സ്പെരിമെന്റ്. അപ്പോൾ അത് യൂസ് ചെയ്യുകയും ചെയ്യാം. ഇല്ല നോർമലി നമ്മുടെ സാധാരണ ലാബിൽ അവൈലബിൾ ആയിട്ടുള്ള വോൾട്ട് മീറ്റർ, അമ്മീറ്റർ തുടങ്ങിയ സർക്യൂട്ട് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതവിടെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു സെക്ഷൻ ഇതാണ് നമ്മളിവിടെ ആദ്യം ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന്റെ സർക്യൂട്ട് ഒക്കെ ഒന്ന് വരയ്ക്കുന്നത് എങ്ങനെയാണ് നമുക്കിവിടെ നോക്കാം. എങ്ങനെയാണ് നമ്മളൊരു വി ക്യാരക്ടറൈസേഷൻ നമ്മളിവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ചിലപ്പോൾ പി എൻ ജംഗ്ഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് ഡയോഡ് എന്നും പറയാം. ഓക്കെ, എന്താണ് സ്യൂട്ടബിൾ ആയിട്ട് അവിടെ യൂസ് ചെയ്യുക. അപ്പോൾ അതായിട്ട് നമുക്ക് വേണ്ടത്, നമുക്ക് ആദ്യം ഒരു പി എൻ ജംഗ്ഷൻ എടുക്കുന്നു. ഓക്കെ, ഒരു പി എൻ ജംഗ്ഷൻ ഇവിടെ പി എന്നും ഇവിടെ എന്നും എടുക്കണം. അപ്പോൾ നമുക്ക് ഈ പി എൻ ജംഗ്ഷനിൽ രണ്ട് ക്യാരക്ടറൈസേഷൻ നമുക്കിവിടെ ചെയ്യാൻ പറ്റും. ഓക്കെ, രണ്ട് ക്യാരക്ടറൈസേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ചെയ്യാൻ പറ്റും. ഫോർവേഡ് ബയാസിങ്ങും റിവേഴ്സ് ബയാസിങ്. ഓക്കെ, ഫോർവേഡ് ബയാസിംഗ് എന്നും റിവേഴ്സ് ബയാസിംഗ് എന്ത് ചെയ്യാം? നമുക്ക് ഇതിനെ രണ്ട് രീതിയിൽ കണക്ട് ചെയ്യാം. നമുക്കറിയാമല്ലോ ഫോർവേഡ് ബയാസിംഗ് എന്താണ്? ആ ഒരു പി എൻ ജംഗ്ഷൻ എടുത്തതിന് ശേഷം നമ്മളൊരു പി എൻ ജംഗ്ഷൻ ഡയോഡാണ്. ഈ പി എൻ ജംഗ്ഷൻ ഡയോഡ് നമ്മൾ എടുക്കുന്നു. ഇത് പിയും ഇത് എന്നും ആണ്. അപ്പോൾ ബാറ്ററിയുടെ പോസിറ്റീവും പി ടൈപ്പ് മെറ്റീരിയൽ കണക്ട് ചെയ്യുവാണെങ്കിൽ നെഗറ്റീവ് ഇവിടെ വരും, എന്നും കണക്ട് ചെയ്യുക. ഇതെന്താണ്? ഫോർവേഡ് ബയാസിംഗ് ആണ്. ഓക്കെ, ഫോർവേഡ് ബയാസിംഗ്. ഇനി ഇത് തിരിച്ച് കണക്ട് ചെയ്താലോ? പി ടൈപ്പ് മെറ്റീരിയലിന്റെ അവിടെ ബാറ്ററിയുടെ നെഗറ്റീവും പിയുടെ അവിടെ ബാറ്ററിയുടെ നെഗറ്റീവും അടുത്ത് ഇവിടെ നമ്മൾ പോസിറ്റീവ് കണക്ട് ചെയ്താലോ? അത് നമ്മൾ എന്ത് പറയും? ഇറ്റ് ഈസ് കോൾഡ് ആസ് ദ റിവേഴ്സ് ബയാസിംഗ്. ഓക്കെ, എന്ന് പറയും റിവേഴ്സ് ബയാസിംഗ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അറിയപ്പെടുന്നത്. അപ്പോൾ ഈ രണ്ട് രീതിയിലും നമുക്ക് എന്ത് ചെയ്യണം? ഈ ക്യാരക്ടറൈസേഷൻ നമുക്ക് അവിടെ നോക്കണം. ഓക്കെ, നമുക്ക് സർക്യൂട്ട് വരയ്ക്കാൻ നോക്കാം കേട്ടോ. സർക്യൂട്ട് പറഞ്ഞുതരാം. ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ള അപ്പാരറ്റസ് എന്ന് പറയുന്നത് അമ്മീറ്റർ വേണം. ഓക്കെ, ഒരു അമ്മീറ്റർ വേണം. അമ്മീറ്റർ, ദെൻ വോൾട്ട് മീറ്റർ, പി എൻ ജംഗ്ഷൻ ഡയോഡ്. ഓക്കെ, പി എൻ ജംഗ്ഷൻ, പിന്നെ ഒരു റിയോസ്റ്റാറ്റ്, പിന്നെ ഒരു ബാറ്ററി ആൻഡ് എ കീ. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഇതിൽ ആവശ്യമായിട്ട് വരുന്ന അപ്പാരറ്റസ്. ഓക്കെ, ഫോർവേഡ് ബയാസിംഗ് ആയാലും റിവേഴ്സ് ബയാസിംഗ് ആയാലും പഠിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? ഇത്രയും അപ്പാരറ്റസ് അവിടെ വേണം. പിന്നെ റിവേഴ്സ് ബയാസിംഗ് ആണെങ്കിൽ വ്യത്യാസം, ഇവിടെ എടുക്കുന്ന അമ്മീറ്റർ മൈക്രോ ആംബിയർ റേഞ്ചിലായിരിക്കും എന്തിന് യൂസ് ചെയ്യുന്നത്? റിവേഴ്സ് ബയാസിംഗിന് വേണ്ടി യൂസ് ചെയ്യുന്നത് മൈക്രോ ആംബിയർ റേഞ്ചിൽ. മില്ലി ആംബിയർ റേഞ്ചാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഏതായിരിക്കും ചെയ്യുന്നത്? നമ്മളുടെ ഫോർവേഡ് ബയാസിംഗിലേക്ക് എന്ത് ചെയ്യുന്നത്? അവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ പ്രാക്ടിക്കൽ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം, അതായത് ഇത് ഈ ഒരു അപ്പാരറ്റസ് യൂസ് ചെയ്ത് പ്രാക്ടിക്കൽ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇല്ല എക്സാമിനേഷന് റിവേഴ്സ് ബയാസിംഗിന് വേണ്ടി സർക്യൂട്ട് വരയ്ക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഈ ഒരു കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് സർക്യൂട്ടിലോട്ട് പോകാം. അപ്പോൾ ഇത്രയും അപ്പാരറ്റസ് നമുക്ക് അവിടെ വേണ്ടി വരുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഞാനൊരു ബാറ്ററി സോഴ്സ് വരയ്ക്കുകയാണ്. ഓക്കെ, ഒരു ബാറ്ററി സോഴ്സ് വരയ്ക്കുന്നു. ഓക്കെ, ഒരു മൾട്ടിപ്പിൾ സെല്ല് വെച്ചൊരു ബാറ്ററി ആക്കി മാറ്റി. ദെൻ അടുത്ത് എന്ത് ചെയ്യണം? നമുക്ക് ഓൺ ഓഫ് ആക്കാനായിട്ട് ഒരു കീ ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നു. ദെൻ ഒരു റിയോസ്റ്റാറ്റ് നമ്മൾ കണക്ട് ചെയ്യണം കേട്ടോ.
അപ്പോൾ റിയോസ്റ്റാറ്റിനെ ഇങ്ങനെ കണക്ട് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയാസിംഗ് എന്ന് പറയും. ഓക്കെ, പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയാസിംഗ്. നമുക്ക് അതിനകത്ത് നിങ്ങൾക്ക് ഇനിയിപ്പോൾ ട്രാൻസിസ്റ്റർ പഠിക്കുന്ന സമയത്ത്, അതായത് നിങ്ങളുടെ 3ാമത്തെ യൂണിറ്റിൽ അവിടെ എന്തുണ്ട്, ആ മെത്തേഡ്സ് ഓഫ് ട്രാൻസിസ്റ്റർ ബയാസിംഗ് ഉണ്ട്. ആ ഒരു സമയത്ത് അവിടെ നിങ്ങൾക്ക് വോൾട്ടേജ് ഡിവൈഡർ എന്ന പേരിൽ പഠിക്കാനുണ്ട്. വോൾട്ടേജ് ഡിവൈഡർ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിവൈഡർ, രണ്ടും സെയിം തന്നെയാണ്, രണ്ടും ഒരേ കാര്യം തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്തുണ്ട്, അവിടെ നമുക്കത് പഠിക്കാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്കത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുത്തെ ആവശ്യമുണ്ട്. വോൾട്ടേജ് ഡിവൈഡർ വേറെ ഒന്നുമല്ല. ഇവിടെ ഇപ്പോൾ നമുക്കൊരു 6 വോൾട്ട് ഉണ്ടെന്ന് വെച്ചോളൂ. ഈ ബാറ്ററിക്ക് അക്രോസ് ആയിട്ട് 6 വോൾട്ട് ഉണ്ട്. അപ്പോൾ നമുക്കറിയാം റിയോസ്റ്റാറ്റ് മീൻസ് എങ്ങനെ വരുന്നത്, ഇങ്ങനെ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലിരിക്കും. മുകളിൽ ഒരു മൂവിംഗ് ഹെഡ് ഒക്കെ ഉണ്ടാകുമല്ലോ. ഒരു മൂവിംഗ് ഹെഡ് ഉണ്ട് അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ മൂവ് ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേരിയിങ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. വോൾട്ടേജസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ വേരി ചെയ്യാൻ പറ്റും. ഞാൻ അതിൻ്റെ എക്സ്പ്ലെയിൻ അറേഞ്ച്മെന്റ് ഇത് കഴിഞ്ഞ ശേഷം കാണിച്ചു തരാം. ഓക്കെ, ഇത് എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം ഞാൻ അത് കാണിച്ചു തരാം, എൻ്റെ വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ കുറച്ച് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മൾ റിയോസ്റ്റാറ്റിനെ മൂവിംഗ് ഹെഡുമായിട്ട് എന്ത് ചെയ്യുകയാണ്, ഇതിനെ കണക്ട് ചെയ്യുകയാണ്. ഒരു റെസിസ്റ്റർ, കാരണം കറണ്ട് ലിമിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു കറണ്ട് ലിമിറ്റിംഗ് റെസിസ്റ്റർ കണക്ട് ചെയ്യുന്നു. ദെൻ പിന്നെ എന്താ കണക്ട് ചെയ്യേണ്ടത്, ഒരു മില്ലി അമ്മീറ്റർ കണക്ട് ചെയ്യുകയാണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡ് ഇവിടെ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്ത് ചെയ്തു, അവിടെ നമ്മൾ കണക്ട് ചെയ്തു. ഇത് പി ടെർമിനൽ, ഇത് ഇവിടെ നോക്കുക, ഇതാണ് പോസിറ്റീവ്. അപ്പൊ ഇങ്ങനെ കയറി ഇതുവഴിയാണ് കറണ്ട് പോകുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഇതിന്റെ ബയാസിംഗ് ഫോർവേഡ് ബയാസിംഗ് ഇപ്പോൾ നിൽക്കുന്നത്. അതായത് ഇവിടെ നമ്മൾ പൊട്ടൻഷ്യൽ ഡിവൈറിംഗ് എടുക്കുമ്പോൾ ഇതിപ്പോൾ ഒരു 6 വോൾട്ട് ഉണ്ട്. ഇതിങ്ങനെ ഓരോ പാർട്ടി കൊണ്ടുവയ്ക്കുമ്പോൾ ഇവിടെ 1 വോൾട്ട് കിട്ടും, ഇവിടെ കൊണ്ടുവയ്ക്കുമ്പോൾ 2 വോൾട്ട് കിട്ടും, ഇവിടെ 3 വോൾട്ട്, 4 വോൾട്ട്, ഇങ്ങനെ 5 വോൾട്ട്, മാക്സിമം ഇവിടെ എത്തുമ്പോൾ എന്ത് കിട്ടും, 6 വോൾട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ അത് എന്ത് തന്നെയാണ്, ഇത് ഫോർവേഡ് ബയാസിംഗ്. ഇനി ഞാൻ ഇതിനെ തിരിച്ചു വെച്ചിരുന്നെങ്കിലോ എന്ത് ബയാസിംഗ് ആവുമായിരുന്നു, റിവേഴ്സ് ബയാസിംഗ് ആവുമായിരുന്നു. മനസ്സിലായോ, അതാണ് ഫോർവേഡ് ബയാസിംഗ്, റിവേഴ്സ് ബയാസിംഗ്. പിന്നെ റിവേഴ്സ് ബയാസിംഗിൽ കറണ്ട് വളരെ കുറവായിരിക്കും. അപ്പോൾ അത് മെഷർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ എന്തിലോട്ട് മാറ്റുന്നത്, മൈക്രോ അമ്മീറ്ററിലോട്ട് മാറ്റുന്നത്. അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. കറണ്ട് റേറ്റിംഗ്സ് വളരെ കുറവായിരിക്കും. അപ്പോൾ അത് മെഷർ ചെയ്യണമെങ്കിൽ മൈക്രോ ആംപിയർ രീതിയിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, അവിടെ മെഷർമെന്റ് എടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു പർപ്പസിന് വേണ്ടി മാത്രമാണ് എന്ത് ചെയ്യുന്നത്, മൈക്രോ അമ്മീറ്റർ അവിടെ യൂസ് ചെയ്യുന്നത്. അല്ല വേറെ ഉപയോഗമൊന്നും അവിടെ മാറ്റുന്നതിൽ വേറെ ആവശ്യമൊന്നുമില്ല. ഓക്കെ, അതങ്ങനെ കൺഫ്യൂഷൻ ആക്കണ്ട, ജസ്റ്റ് ഈ ഒരു കാര്യം മാത്രം. ഓക്കെ, പിന്നെ ഇതിൽ ഗ്രൗണ്ട് കണക്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങനെ അങ്ങ് കണക്ട് ചെയ്യുക. നെഗറ്റീവ് ടെർമിനൽ എന്തെങ്കിലും ഇവിടെ കണക്ട് ചെയ്യണമല്ലോ. അപ്പോൾ ഇത് എന്ത് ചെയ്യുന്നത്, നെഗറ്റീവ് തന്നെയാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഈ രീതിയിൽ നമ്മളിവിടെ കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ പോസിറ്റീവും നെഗറ്റീവായിട്ട് നോർമൽ കണക്ഷൻ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു അമ്മീറ്റർ കണക്ട് ചെയ്തു. ഇനി വോൾട്ടേജ് മെഷർ ചെയ്യാനായിട്ട് നമുക്ക് എന്ത് കണക്ട് ചെയ്യണമായിരിക്കും, വോൾട്ടേജ് മെഷർ ചെയ്യാനായിട്ട് നമുക്കൊരു വോൾട്ട് മീറ്റർ എന്ത് ചെയ്യണം, ഇവിടെ നമുക്ക് കണക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു വോൾട്ട് മീറ്റർ ഇവിടെ കണക്ട് ചെയ്യുവാണ്. ഓക്കെ, ഒരു വോൾട്ട് മീറ്റർ എന്ത് ചെയ്തു, ഇവിടെ കണക്ട് ചെയ്തു. വോൾട്ട് മീറ്റർ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ എക്സ്പെരിമെന്റൽ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. ഇനി എക്സ്പെരിമെന്റ് നമ്മൾ അറേഞ്ച്മെന്റ് പറഞ്ഞു, ഇത്രയാണ് നമുക്ക് അവിടെ വരുന്നത്. ഇനി നമുക്ക് ഇതിൽ കർവ് പ്ലോട്ട് ചെയ്യണം. ഓക്കെ, നമുക്കൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഇത് ഓരോ പ്രാവശ്യവും റീഡിങ്സ് എടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഗ്രാഫ് നമ്മളിവിടെ പ്ലോട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ പ്ലോട്ട് ചെയ്യാനായിട്ട് പോകുന്ന ഗ്രാഫ് നമുക്ക് വരയ്ക്കാം. ഓക്കെ, ഗ്രാഫ് നമുക്ക് പ്ലോട്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ ഒരു എന്താ പറയുന്നത്, വോൾട്ടേജ് ആംപിയർ അല്ലെങ്കിൽ കറണ്ട് പൊട്ടൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പി എൻ ജംഗ്ഷൻ എന്ന് പറയുന്ന ഗ്രാഫ്. അപ്പോൾ ഇതിൽ എക്സ് ആക്സിസിൽ, ഓക്കെ, എക്സ് ആക്സിസ് അറിയില്ല, ഇതാണ് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ് ആണ്. അപ്പോൾ എക്സ് ആക്സിന് അലോങ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, എക്സ് ആക്സിന് അലോങ് ആയിട്ട് നമ്മൾ അവിടെ കാണിക്കുന്ന വോൾട്ടേജ് ആണ്. ഓക്കെ, എന്താണ് വോൾട്ടേജ്, ഓക്കെ, വോൾട്ട്. വൈ ആക്സിസ് നമ്മൾ കാണിക്കുന്നത് എന്താണ്, ദാറ്റ് ഈസ് അവിടെ നമുക്ക് ഈ മുകളിലോട്ട് പോകുന്ന ലൈൻ കണ്ടോ, അതായത് നമ്മുടെ ഈ ഒരു പോസിറ്റീവ് വൈ ആക്സിസ് നമ്മളിവിടെ കറണ്ട് ഇൻ ദ ഫോർവേഡ് ഡയറക്ഷൻ. ഓക്കെ, ഫോർവേഡ് ഡയറക്ഷനിൽ കറണ്ടാണ് ഇവിടെ കാണിക്കുന്നത്, പോസിറ്റീവ് വൈ ആക്സിസിൽ കാണിക്കുന്നത്. ഇവിടുത്തെ ആംബിയർ റേഞ്ച് മില്ലി ആംബിയർ റേഞ്ച് ആണ്, കണ്ടോ, മില്ലി ആംബിയർ. ഇനി ഇവിടെ വോൾട്ടേജിന് പ്രത്യേകിച്ച് മാറ്റമില്ല, ഇത് ഫോർവേഡ് വോൾട്ടേജ് ആണ് കേട്ടോ. ഇവിടെ നമുക്ക് വി എഫ് എന്ന് വിളിക്കാം, ഫോർവേഡ് വോൾട്ടേജ്. ഇത് റിവേഴ്സ് വോൾട്ടേജ് ആണ്, ഇതിന് വിളിക്കുന്ന പേര് വി ആർ എന്ന റിവേഴ്സ് വോൾട്ടേജ് കാണിക്കാൻ വേണ്ടി. ഓക്കെ, മാഗ്നിറ്റ്യൂഡിലൊക്കെ ചേഞ്ച് വരും, അത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതില് താഴോട്ട് വരുന്ന ലൈൻ കണ്ടോ, ഇതെന്താ കാണിക്കുന്നത്, വിച്ച് ഷോസ് ദ റിവേഴ്സ് കറണ്ട്. ഓക്കെ, ഇതെന്താണ് വരുന്നത്, റിവേഴ്സ് കറണ്ട് ആണ്. സോ നമുക്ക് അതിനെ ഐ ആർ എന്ന് വിളിക്കാം. ഏത് റേഞ്ചിൽ വരും, മൈക്രോ ആംബിയർ റേഞ്ചിൽ വരും. ഓക്കെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മൈക്രോ അമീറ്റർ എന്ത് ചെയ്യണം, നമ്മളവിടെ റീപ്ലേസ് ചെയ്യേണ്ടി വരും. ഓക്കെ, നിങ്ങൾക്ക് ലാബിലൊക്കെ നിൽക്കുമ്പോൾ ചിലപ്പോൾ ഇതെനിക്കിപ്പോൾ എക്സ്പെരിമെന്റ് ഒരു അപ്പാരറ്റസ് ആയതുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് നോക്കാം അത് ചെയ്യുന്നത്. മുൻപ് നോർമൽ ആയിരുന്നുവെങ്കിൽ നമ്മളോട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, റിവേഴ്സ് ബയാസിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു റിവേഴ്സിൽ ഇങ്ങനെ കണക്ട് ചെയ്യുകയും ചെയ്യും, അമ്മീറ്റർ എന്ത് ചെയ്യും, അവിടെ മാറ്റി നമ്മൾ കൊടുക്കുകയും ചെയ്യും. ഓക്കെ, അങ്ങനെ നമ്മൾ എക്സ്പെരിമെന്റ് അവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് കറക്റ്റ് മനസ്സിലായല്ലോ. ഇനി എങ്ങനെയാണ് എക്സ്പെരിമെന്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ എക്സ്പെരിമെന്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ പ്രാവശ്യവും ഈ കീ അങ്ങ് ഓൺ ചെയ്യും. ഓക്കെ, കീ എന്ത് ചെയ്യും, നമ്മളിങ്ങനെ ക്ലോസ് ചെയ്യും. കീ ക്ലോസ് ചെയ്യും. അപ്പോൾ ഇതിൽ എന്ത് ചെയ്യും, കറണ്ട് ഫ്ലോ നടക്കും. ഓരോ പ്രാവശ്യവും ഈ റിയോസ്റ്റേറ്റ് നമ്മൾ എന്ത് ചെയ്യും,
മൂവ് ചെയ്യും. ഓക്കെ. ഓരോ പ്രാവശ്യവും റിയോസ്റ്റേറ്റിനെ മൂവ് ചെയ്യും. ഓരോ പ്രാവശ്യവും മൂവ് ചെയ്യുമ്പോഴും ഇവിടെ നമുക്ക് ഓരോ വാല്യൂസ് കിട്ടും. ഓക്കെ. അപ്പോൾ ആദ്യമൊക്കെ മൂവ് ചെയ്യുമ്പോൾ ഇതിന്റെ വാല്യൂസ് ഇങ്ങനെ വളരെ ചെറുതായിരിക്കും. ഓക്കെ. അതായത് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ചേഞ്ച് മാത്രമേ അവിടെ എന്ത് ചെയ്യത്തുള്ളൂ, അവിടെ കാണിക്കുള്ളൂ. ഇങ്ങനത്തെ ചേഞ്ച് അത് ഒരു ഇൻക്രീസിങ് വരത്തില്ല. ഒരു പർട്ടിക്കുലർ വാല്യൂ കഴിയുമ്പോൾ എന്ത് ചെയ്ത് തുടങ്ങും, ഈ ഗ്രാഫ് പതിയെ പതിയെ ഇങ്ങനെ ഇൻക്രീസ് ആകും. അതായത് ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, പർട്ടിക്കുലർ വോൾട്ടേജ് കഴിയുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യുന്നു, ആ ഒരു ഗ്രാഫ് ഇൻക്രീസ് ചെയ്യുന്നു. ഗ്രാഫ് ഇൻക്രീസ് ചെയ്യുക മീൻസ് വോൾട്ടേജ് ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് ആകുന്ന സമയത്ത് അവിടെ കറണ്ട് എന്ത് ചെയ്യുവാണ്, കറണ്ട് പെട്ടെന്ന് അങ്ങ് ഇൻക്രീസ് ചെയ്യാണ്. അതായത് ഈ ഡയോഡ് എന്തായി മാറുന്നു, ഒരു ഓൺ സ്റ്റേറ്റിലോട്ട് മാറുവാണ്. ഓക്കെ. എന്തിലോട്ട് മാറുന്നുണ്ട്, ഓൺ സ്റ്റേറ്റിലോട്ട് അവിടെ മാറുന്നുണ്ട്. അതായത് ആ ഡിപ്ലീഷൻ പൊട്ടൻഷ്യൽ, ഓക്കെ, ബാരിയർ പൊട്ടൻഷ്യൽ എന്നൊരു പൊട്ടൻഷ്യൽ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ബാരിയർ പൊട്ടൻഷ്യൽ എപ്പോഴാണോ ബ്രേക്ക് ആകുന്നത്, ഓക്കെ, ആ ബാരിയർ പൊട്ടൻഷ്യൽ ഒരു വാല്യൂ ഉണ്ടല്ലോ, ആ വാല്യൂ എപ്പോൾ അവിടെ ബ്രേക്ക് ആകുന്നുണ്ടോ ആ ബ്രേക്ക്, ഓക്കെ, ആ ഒരു കേസിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഇത് അവിടെ ഷാർപ്ലി അവിടെ ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ. എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ആ നീ വോൾട്ടേജ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജിൽ ഡിസ്കസ് ചെയ്യാം. ഇത് ഫോർവേഡ് ബയാസിംഗ് ഗ്രാഫാണ് നമ്മൾ ഇപ്പോൾ ഈ വരച്ചത്, ഫോർവേഡ് ബയാസിംഗിൽ. ഇനി ഇതിനെല്ലാം അപ്പാരൻസ് ഒക്കെ തിരിച്ചു കൊടുത്തിട്ട്, അപ്പാരൻസ് തിരിക്കണ്ട, ജസ്റ്റ് ഈ ഒരു ഡയോഡ് മാത്രം തിരിച്ചു കൊടുക്കുക. ഓക്കെ. തിരിച്ച് കണക്ട് ചെയ്തു. ജസ്റ്റ് ഇനി ഇളക്കിയിട്ട് എന്ത് ചെയ്താൽ മതി, തിരിച്ചൊന്ന് വെച്ചാൽ മതി. തിരിച്ച് കണക്ട് ചെയ്യുന്നു. അതിനുശേഷം ഈ ഒരു മൈക്രോ ആംബിയർ, ഓക്കെ, സോറി, മൈക്രോ അമീറ്റർ കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, നമ്മൾ വീണ്ടും ഇതുപോലെ ഈ റിയോസ്റ്റേറ്റ് വേരിച്ച് എന്ത് ചെയ്യും, റീഡിങ്സ് എടുക്കും. അപ്പോൾ അങ്ങനെ വരുന്ന റീഡിങ്സ് നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ നെഗറ്റീവ് ആക്സിസിലായിരിക്കും എന്ത് ചെയ്യുന്നത്, അവിടെ നമുക്ക് ഗ്രാഫ് വരുന്നത്. അപ്പോൾ റിവേഴ്സ് ബയാസിംഗ് ഗ്രാഫ് വന്നിട്ട് ഇതുപോലെ എന്ത് ചെയ്യുന്നത്, അവിടെ നമുക്ക് ആ ഒരു ഗ്രാഫ് അവിടെ വരുന്നത്. ഓക്കെ. അപ്പോൾ ഇതില് നമുക്ക് ആദ്യം നോക്കേണ്ടത് ഈ ഗ്രാഫ് ഇപ്പോൾ നിങ്ങൾ ഒന്ന് മനസ്സിൽ ഓർത്ത് വെച്ചേക്കാം. നമുക്ക് ആദ്യം നോക്കേണ്ടത് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നില്ല, നമ്മളിത് ഇവിടെ കണക്ഷൻസ് ഒന്നും കൊടുക്കുന്നില്ല. നമ്മൾ ഈ കീ ഓപ്പൺ ചെയ്തിരിക്കുക. ഓക്കെ. അപ്പോൾ കീ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഈ ഒരു സ്റ്റേറ്റ് നമ്മൾ പറയുന്ന പേരാണ് സീറോ എക്സ്റ്റേണൽ വോൾട്ടേജ്. ഓക്കെ. എന്ത് പറയാം, സീറോ എക്സ്റ്റേണൽ വോൾട്ടേജ്. അപ്പോൾ സീറോ എക്സ്റ്റേണൽ വോൾട്ടേജ് മീൻസ് എന്താണ്, സീറോ എക്സ്റ്റേണൽ വോൾട്ടേജ് പറയുന്നത് നമ്മളിപ്പോൾ ഈ സർക്യൂട്ടിൽ ഒരു കണക്ഷൻ കൊടുക്കുന്നില്ല. ഓക്കെ. ഞാൻ ഇതിന്റെ ഒരു എക്സ്പെരിമെന്റ് കാണിച്ചു തരാം, ഒന്ന് വെയിറ്റ് ചെയ്യൂ. ഇതാണ് നമ്മുടെ സർക്യൂട്ട് ഡയഗ്രാം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത സർക്യൂട്ട് ഡയഗ്രാം. അതാണ് ഈ ഒരു സർക്യൂട്ട് ഡയഗ്രാം എന്ന് പറയുന്നത്. പിന്നെ അതിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. നമ്മൾ ഡയോഡ്സ് ഇവിടെ കണക്ട് ചെയ്തിരുന്നു. സെയിം തന്നെ, രണ്ടും സെയിം തന്നെയാണ്. ഇക്വലന്റ് സർക്യൂട്ട് തന്നെയാണ് രണ്ടും. ഓക്കെ. റിയോസ്റ്റേറ്റ് ഉണ്ട്, നമ്മൾ മൂവിംഗ് ഹെഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. മൂവിംഗ് ഹെഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ, പോസിറ്റീവ് ബയാസിംഗ് ആണ്, ഫോർവേഡ് ബയാസിംഗ് ആണ്. ഇത് കണ്ടോ, എന്ത് ചെയ്യുന്നു, റിവേഴ്സ് ബയാസിംഗ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ മില്ലി അമീറ്റർ യൂസ് ചെയ്യുന്നു. ഇവിടെ മൈക്രോ അമീറ്റർ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഫോർവേഡ് ബയാസിംഗും ഇത് റിവേഴ്സ് ബയാസിംഗും. ഇനി സർക്യൂട്ട് കണക്ട് ചെയ്ത് നോക്കാം. കണ്ടോ, ഇതാണ് നമ്മുടെ ഒരു സർക്യൂട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഇത് നമ്മളൊരു ബാറ്ററി എലിമിനേറ്റർ ആണ്. നമുക്ക് ഒന്നുകിൽ ബാറ്ററി യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, ബാറ്ററി എലിമിനേറ്റേഴ്സ് നമുക്ക് അവിടെ യൂസ് ചെയ്യാം. ബാറ്ററി എലിമിനേറ്റേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അമ്മീറ്റർ, വോൾട്ട് മീറ്റർ, ഒരു ഡയോഡ്, ദെൻ ഒരു കീ, ഇത്രയാണ് നമ്മൾ എന്തിരിക്കുന്നത് അവിടെ കൊടുത്തിരിക്കുന്നത്. ദെൻ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സർക്യൂട്ട് അനുസരിച്ച് എല്ലാ കണക്ഷൻസ് ഇവിടെ നമ്മൾ ചെയ്യും. ഈ കണക്ഷൻസ് ചെയ്തതിന് ശേഷം നമുക്ക് റീഡിങ്സ് നോക്കണം. ഓക്കെ. അപ്പോൾ നമ്മളുടെ കീ കണക്ട് ചെയ്യുന്നത് വരെ, ഓക്കെ, കീ കണക്ട് ചെയ്യുന്നത് വരെ ഇവിടെ എന്ത് ചെയ്തില്ല, കറണ്ട് ഒന്നും ഫ്ലോ ചെയ്യത്തില്ല. ഓക്കെ. കീ കൊടുക്കുന്നവരെ ഇവിടെ കറണ്ട് ഒന്നും ഫ്ലോ ചെയ്യത്തില്ല. ഇവിടെ എന്ത് ചെയ്യില്ല, ഡിഫ്ലക്ഷനും കാണിക്കില്ല. അപ്പോൾ നമ്മൾ കീ കൊടുത്തതിന് ശേഷം ഈ റിയോസ്റ്റേറ്റ് ഒന്ന് മൂവ് ചെയ്യുമ്പോൾ, റിയോസ്റ്റേറ്റ് ഇതാണ് മൂവിംഗ് ഹെഡ്. കണ്ടോ, ഇവിടെ കണക്ഷൻ കൊടുക്കുന്നുണ്ടല്ലോ ഒരു റെഡ് വയർ. ഇതെന്ത് ചെയ്ത് മൂവിംഗ് ഹെഡിൽ നമ്മൾ കണക്ട് ചെയ്യാം. ഇത് മൂവ് ചെയ്യുന്നതനുസരിച്ചുണ്ടോ, ആദ്യം ഒന്നും എന്ത് ചെയ്തില്ല, ഓൾട്ടിമീറ്ററിലെ റീഡിങ്സ് വ്യത്യാസമുണ്ട്. ഈ മൂവിംഗ് ഹെഡ് നമ്മൾ മൂവ് ചെയ്യുന്നു. മൂവ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഓൾട്ടിമീറ്ററിൽ ചെറിയ ചെറിയ വേരിയേഷൻ വരുന്നു. പക്ഷേ മില്ലി അമീറ്ററിൽ എന്ത് ചെയ്യുന്നില്ല, ഒരു റീഡിങ്സ് അവിടെ കാണിക്കുന്നില്ല. കണ്ടോ, ഓൾട്ടിമീറ്ററിൽ 0.4 വരുന്നു. ഇത് ഓൾട്ടിമീറ്റർ ഈ റീഡിങ്സ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. മില്ലി അമീറ്ററിൽ ഒരു റീഡിങ്സ് വ്യത്യാസവും വരുന്നില്ല. ഓക്കെ. പക്ഷെ വീണ്ടും കുറച്ച് നമ്മൾ ഫർദർ നീക്കി പോകുന്ന സമയത്ത്, കുറച്ച് നീക്കുമ്പോൾ എന്ത് ചെയ്യും, അവിടെ മില്ലി അമീറ്റർ റീഡിങ്സ് കാണിക്കും. അതാണ് തൊട്ട് മുൻപേ നമ്മൾ എന്ത് പറഞ്ഞത്, ആ ഒരു ഗ്രാഫ് നോക്കിയ സമയത്ത് ഇവിടെ ആദ്യമൊക്കെ നമുക്ക് എന്ത് വന്നത്, ഇവിടെ ഈ ഒരു സ്ലോപ്പ് കുറഞ്ഞു വന്നത്. കാരണം ഇവിടെ 0 ആണ്. ആദ്യമൊന്നും മില്ലി അമീറ്ററിൽ കറണ്ട് കാണിക്കുന്നില്ല. ഈ ഒരു ആക്സിസിൽ കറണ്ട് ഇവിടെ കാണിക്കുന്നു. കറണ്ട് എല്ലാം 0 ആണ്. വോൾട്ടേജ് മാത്രം എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ഇവിടെ പോകുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ കേസാണ് നമ്മൾ പറഞ്ഞത് സീറോ എക്സ്റ്റേണൽ വോൾട്ടേജ്. സീറോ എക്സ്റ്റേണൽ വോൾട്ടേജിൽ നമുക്ക് നോർമലി അറിയാം, അവിടെ പ്രത്യേകിച്ച് എന്ത് ചെയ്യില്ല, ഒരു കാര്യം അവിടെ നടക്കുന്നില്ല. ഓക്കെ. ഇനി ഒന്നാമത്തെ കണ്ടീഷൻ നമ്മൾ പറയാൻ പോവുകയാണ്. ഓക്കെ. നമ്മുടെ ഇനി ഗ്രാഫ് ബേസ് ചെയ്ത് നമുക്ക് നോക്കാം. സോ ഗ്രാഫിക്കലി നമ്മൾ നോക്കുമ്പോൾ ഗ്രാഫ് ബേസ് നമ്മൾ നോക്കുകയാണ്. ഒന്നാമത്തെ കാര്യം ഫോർവേഡ് ബയാസ്. ഓക്കെ. ഫോർവേഡ് ബയാസ്. അപ്പോൾ ഫോർവേഡ് ബയാസിംഗ് നോക്കുന്ന സമയത്ത് ഓക്കെ എന്ത് സംഭവിക്കും, ഫോർവേഡ് ബയാസിംഗ് അതാണ് തൊട്ട് മുൻപ് നിങ്ങൾ ആ എക്സ്ട്രയിൽ കണ്ട വീഡിയോയിൽ കണ്ട ആ കാര്യമാണ്. എന്ത് ചെയ്യുന്നു, ഫോർവേഡ് ബയാസിംഗിൽ നമ്മൾ ആദ്യം മെല്ലെ മെല്ലെ എന്ത് ചെയ്യുന്നു, റിയോസ്റ്റേറ്റ് മൂവ് ചെയ്ത് കൊണ്ടുപോവാണ്.
അപ്പോൾ റിയോസ്റ്റേറ്റ് നമ്മളിങ്ങനെ മൂവ് ചെയ്യുന്തോറും ആദ്യമൊന്നും ആര് ഡിഫ്ലക്ഷൻ കാണിക്കില്ല? അമ്മീറ്റർ ഡിഫ്ലക്ഷൻ കാണിക്കില്ല. മില്ലി അമ്മീറ്റർ ഡിഫ്ലക്ഷൻ ഒന്നും കാണിക്കില്ല. കാരണം അവിടെ എന്ത് ചെയ്യുന്നില്ല? ഇത് ആക്റ്റീവായി വരുന്നില്ല. കാരണം പൊട്ടൻഷ്യൽ ബാരിയർ ബ്രേക്ക് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അവിടെ അത് ഫോർവേഡ് ബയാസിങ്ങിൽ വർക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ അതിൽ നമുക്ക് ഏകദേശം നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു സിലിക്കൺ ഡയോഡ് ആണെങ്കിൽ 0.7 വോൾട്ട് ആണ് ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ജെർമേനിയം ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 0.3 ആണ് ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. തൊട്ട് മുൻപേ ഞാൻ കാണിച്ച ഒരു എക്സ്പെരിമെന്റിൽ അവിടെ യൂസ് ചെയ്തിട്ട് ജെർമേനിയത്തിന്റെ അത് വെച്ചിട്ട് ആനിമേഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ആ ഒരു 0.7 ആയപ്പോൾ എന്ത് ചെയ്തു? അവിടെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നു? അവിടെ നമുക്ക് അതിനുശേഷം എന്ത് ചെയ്യണം? നമുക്ക് ആ ഗ്രാഫ് അവിടെ ഇൻക്രീസിംഗ് ആയിട്ട് എന്ത് ചെയ്യണം? അവിടെ നമ്മൾ കാണുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു പൊട്ടൻഷ്യൽ ഇവിടെ നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്താൽ ഇതൊരു 0.1 എന്ന് കൊടുക്കാം. ദെൻ അടുത്തൊരു 0.2 കൊടുക്കുന്നു, 0.3, 0.4. ഇതിപ്പോ ഒരു ജെർമാനിയത്തിൻ്റെതാന്ന് വിചാരിക്കും കേട്ടോ. ജെർമാനിയം ഇപ്പോഴാണെങ്കിൽ എന്ത് വരും? 0.3 വരുമ്പോൾ എന്ത് ചെയ്യും? ഷാർപ്പായിട്ട് അവിടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കാണുന്ന ഈ ഒരു വോൾട്ടേജിനെ പറയുന്ന പേരാണ് എന്ത്? ഇറ്റ് ഈസ് കോൾഡ് ആസ് ബാരിയർ വോൾട്ടേജ്. എന്ത് പറയാം? ബാരിയർ വോൾട്ടേജ്. കാരണം ഈ ഒരു വോൾട്ടേജ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജെർമേനിയം ആണ് യൂസ് ചെയ്തതെങ്കിൽ ആ ഒരു 0.3 കഴിഞ്ഞപ്പോഴാണ് എന്ത് ചെയ്തത്? 0.3 കഴിഞ്ഞു തുടങ്ങിയപ്പോഴാണ് അവിടെ സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ആ ഒരു കണ്ടക്ഷൻ അവിടെ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഇതൊരു ഷാർപ്പ് ഇതല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ഗ്രാഫ് ഒക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ ആ ഒരു ഞാൻ നോട്ട്സ് അയച്ചല്ലോ, ടെക്സ്റ്റിന്റെ ആ ഒരു അയച്ചല്ലോ. അപ്പോൾ അത് നിങ്ങൾ ആ ഒരു ഗ്രാഫ് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. അവിടെ ഷാർപ്പ് ഇൻക്രീസിംഗ് ഒന്നും അല്ല. ഓക്കെ, അതായത് ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്നു, ഇവിടെ എത്തുന്ന സമയത്ത് 0.3 എപ്പോൾ ആകുന്നുണ്ടോ അപ്പോൾ ഒരു പെട്ടെന്ന് ഇൻക്രീസിങ്, അങ്ങനെയല്ല ഗ്രാഫ് വരുന്നത്. ഓക്കെ, ഇത് എന്താണ്? ഒരു കർവി ഗ്രാഫാണ് വരുന്നത്. കാരണം എന്താ? ഒരു പതുക്കെ പതുക്കെ മെല്ലെ മെല്ലെ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ അത് ഇൻക്രീസ് ചെയ്താണ് പോകുന്നത്. ഓക്കെ, കുറച്ചുകൂടി ചരിച്ച് വരയ്ക്കണം. ഇത്രയും ഷാർപ്പാക്കാൻ പാടില്ല. അല്പം കൂടി സ്ലോപ്പിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മളിത് ഗ്രാഫ് ഇവിടെ പ്ലോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുന്നു? പതുക്കെ ആ ബാരിയറിന്റെ പൊട്ടൻഷ്യൽ കുറഞ്ഞ് കണ്ടക്ഷൻ കൂടി എന്ത് ചെയ്യും? കൂടി അവസാനം കറണ്ട് എന്ത് ചെയ്യും? പെട്ടെന്ന് അതുവഴി അങ്ങ് പാസ് ചെയ്യും. ഒരു പി എൻ ജംഗ്ഷനിൽ കൂടി എന്ത് ചെയ്യും? അതുവഴി അങ്ങ് കറണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്നതാണ് നമുക്ക് എന്ത്? ഫോർവേഡ് ബയാസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത് എന്തിന്റെ ഗ്രാഫാണ്? ഇത് ഈ ഒരു സൈഡിൽ ഇത് കാണിച്ചിരിക്കുന്നത് പോസിറ്റീവ് ക്വാഡ്രന്റിൽ, ഫസ്റ്റ് ക്വാഡ്രന്റിൽ കാണിച്ചിരിക്കുന്ന ഈ ഗ്രാഫ് എന്ന് പറയുന്നത് അവിടുത്തെ എന്തിന്റെ ഗ്രാഫാ? ഇറ്റ് ഷോസ് ദ ഫോർവേഡ് ബയാസിംഗ്. ഓക്കെ, ഫോർവേഡ് ബയാസിംഗ്. ഇതിൽ നമുക്കൊരു 2 റീജിയൻസ് മാർക്ക് ചെയ്യാം. റീജിയൻസ് ഇവിടെ മാർക്ക് ചെയ്യുന്നത് ഇവിടെ എയും ബിയും 2 റീജിയൻസ് മാർക്ക് ചെയ്യാം. ഇത് എ എന്നും ബി എന്നും. ഓക്കെ, ഈ എ മുതൽ ബി വരെ പിന്നെ അങ്ങോട്ട് ലീനിയർ ഗ്രാഫാണ്. എന്താണ്? ലീനിയർ ആണ്. കാരണം സ്ട്രെയിറ്റ് ലൈനാണ് നമുക്ക് ഏകദേശം വരുന്നത്. അപ്പോൾ ഞാൻ ഡോട്ട്സ് ഇട്ട് പോയതിൻ്റെ ഒരു ചരിവ് കാണുന്നത്. ഇവിടെ നോർമലി എന്ത് തന്നെയാണ്? നമുക്കിങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ വരയ്ക്കാൻ പറ്റും. ഓക്കെ, ഇങ്ങനത്തെ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആയിട്ട് എന്ത് ചെയ്യാം? അവിടെ പ്ലോട്ട് ചെയ്യാം. ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് തന്നെയാണ് എ തൊട്ട് ബി വരെ പിന്നെ അങ്ങോട്ട് വരുന്നത്. ഒരു ലീനിയർ ഇൻക്രീസിങ്. കാരണം വൺസ് അത് ഓൺ ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു ബാരിയർ പൊട്ടൻഷ്യൽ കുറഞ്ഞ് അത് ഓൺ ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കറണ്ട് കണ്ടക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? കറണ്ട് അങ്ങ് ഫ്ലോ ആയിക്കൊള്ളും. ഓക്കെ, ആ ഒരു 0.7 വോൾട്ട് അല്ലെങ്കിൽ 0.3 വോൾട്ട് മതി അതിന് സ്റ്റാർട്ട് ആവാനായിട്ട്. ഒരു സ്റ്റാർട്ടിങ് ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ഒരു വോൾട്ടേജ് അവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ടേംഡ് ആസ് ഫോർവേഡ് ബയാസിംഗ്. നമുക്ക് എന്നറിയപ്പെടാം? ഇറ്റ് ഈസ് കോൾഡ് ഫോർവേഡ് ബയാസിംഗ്. ഓക്കെ, അപ്പോൾ അതവിടെ നോക്കുക എന്താണ് ഫോർവേഡ് ബയാസിംഗ് എന്ന്. മനസ്സിലായോ? അത് എന്തെങ്കിലും ഡൗട്ട് വേണമെങ്കിൽ ചോദിക്കുക കേട്ടോ. ദെൻ എന്ത് പറയുന്നുണ്ട്? നമ്മൾ ഡയോഡ്സ് കണക്ട് ചെയ്യുന്നു, റിയോസ്റ്റാറ്റ് അതുപോലെ ഓൾട്ട്മീറ്റർ എല്ലാം കണക്ട് ചെയ്യുന്നു. ഡയോഡ് എന്ത് ചെയ്യുന്നു? ഫോർവേഡ് ബയാസിംഗ് കണക്ട് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? പതിയെ എന്താ വേരി ചെയ്യുന്നത്? റിയോസ്റ്റാറ്റ് ആണ് വേരി ചെയ്യുന്നത്. ഓക്കെ, റിയോസ്റ്റാറ്റ് വേരി നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? അതെല്ലാം ഓരോ കൺസെപ്റ്റ് ഇങ്ങനെ പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. ഓരോന്നായിട്ട് ഇങ്ങനെ 1 ബൈ 1 നിങ്ങൾ പഠിച്ചു വെച്ചേക്കാം. റിയോസ്റ്റാറ്റ് വേരി ചെയ്യുന്നു. റിയോസ്റ്റാറ്റ് വേരി ചെയ്യുന്ന സമയത്ത് നമ്മളോട് കാണുന്നത് എന്തിന്റെ വേരിയേഷൻ ആണ്? റിയോസ്റ്റാറ്റ് വേരി ചെയ്യുന്ന സമയത്ത് നമ്മളോട് ഒബ്സർവ് ചെയ്തത് വേരിയേഷൻ ഓഫ് ദ വോൾട്ടേജ്. ഓക്കെ, വോൾട്ടേജിന്റെ വേരിയേഷൻ നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ വോൾട്ടേജ് മാറി എപ്പോഴാണോ ഇവിടെ നോക്കിയാൽ മതി, എപ്പോഴാണ് ആ ഒരു പോയിന്റ് സിലിക്കൺ ഡയോഡാണ് ഇവിടെ ഇരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 0.7 ആവണം. ഓക്കെ, അപ്പോൾ 0.5, 0.6 ഒക്കെ ആകുമ്പോൾ എന്ത് ചെയ്യും? കുറച്ച് അവിടെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. ഓക്കെ, ഇവിടെ അമ്മീറ്ററിൽ ചെറിയ റീഡിങ്സ് കാണും. പിന്നെ ഷാർപ്പ് ഇൻക്രീസിംഗ് എന്ന് പറഞ്ഞാൽ എവിടെ തൊട്ടാണ്? 0.7 തൊട്ടാണ്. ഓക്കെ, 0.7 തൊട്ട് പിന്നെ എന്ത് ചെയ്യണ്ടോ? 0.7 ഒക്കെ ആകുന്ന സമയത്ത് പിന്നെ 12 വോൾട്ട് പിന്നെ എന്ത് ചെയ്യുന്നു? അങ്ങ് ഷാർപ്പായിട്ട് ഇൻക്രീസ് ചെയ്യും. ഇവിടെ വോൾട്ട് മീറ്ററിൽ ഈ റീഡിങ്സ് പിന്നെ മാറില്ല. ഓക്കെ, അതവിടെ ഏകദേശം എന്ത് ചെയ്യും? ആ ഒരു രീതി തന്നെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. ഇതൊരു റീഡിങ്സാ നമ്മളിപ്പോൾ ഒബ്സർവ് ചെയ്തെടുത്ത ഒരു റീഡിങ്സ് ആണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. ഇതിന് വേണ്ട ഫോർവേഡ് ബയാസിംഗിൽ. ഓക്കെ, അപ്പോൾ അത് നോക്കുക കണ്ടോ. 0.3 അമ്മീറ്റർ റീഡിംഗ് 0 ആണ്, കറണ്ട് ഫ്ലോ ഇല്ല. 0.4 ഇല്ല, 0.5 ഇല്ല, 0.6 ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തു. 0.7 ആയപ്പോൾ 5 ആയി. ഓക്കെ, പിന്നെ എന്ത് ചെയ്യില്ല? അവിടെ വോൾട്ടേജ് അവിടെ നിൽക്കും. ഓക്കെ, വോൾട്ടേജ് പിന്നെ ഈ 0.7 കഴിഞ്ഞ് പോകില്ല. പിന്നീട് അവിടുത്തെ ജോലി എന്ന് എന്ത്? കറണ്ട് കണ്ടക്ഷൻ ചെയ്യുക. ഓക്കെ, ഈ ഒരു ബാരിയർ പെനിട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വോൾട്ടേജ് നമ്മൾ എത്ര ഇൻക്രീസ് ചെയ്താലും അത് 0.7 നിൽക്കില്ല. ആ പൊട്ടൻഷ്യൽ 0.7 നിൽക്കും. പിന്നെ എന്ത് ചെയ്യും?
പിന്നീട് ഇവിടെ കറണ്ടാണ് എന്ത് ചെയ്യുന്നത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇത് പിന്നെ നമ്മൾ എത്ര റീഡിങ്സ് എടുത്താലും ഈ 0.7 തന്നെ. ഇനി അഥവാ പോയാലും ഒരു ചെറിയൊരു വാല്യൂ 0.712 എന്നോ അങ്ങനെ എന്തെങ്കിലും ചെറിയൊരു വാല്യൂ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഒരു വേരിയേഷൻ അവിടെ നമുക്ക് വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ഫോർവേഡ് ബയാസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് റിവേഴ്സ് ബയാസിംഗിലും എക്സ്പ്ലെയിൻ ചെയ്യുന്ന സെയിം പ്രൊസീജിയർ തന്നെയാണ്. ജസ്റ്റ് ഇവിടെ നമ്മൾ തിരിച്ചൊന്ന് കണക്ട് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഇതിനൊന്നെടുത്ത് തിരിച്ചൊന്ന് കണക്ട് ചെയ്യുക, അത് മാത്രമേ അവിടെ വ്യത്യാസം വരുന്നുള്ളൂ. ഓക്കെ, അതാണ് റിവേഴ്സ് ബയാസിംഗ് എന്ന് പറയുന്നത്. റിവേഴ്സ് ബയാസിംഗിന്റെ സെക്ഷൻ ചെയ്തിട്ടില്ല, അത് കാരണം സെയിം തന്നെ നമുക്കിവിടെ പ്രത്യേകിച്ച് ഇവിടെ വേരിയേഷൻ വരാത്തതുകൊണ്ട് വേറെ വീഡിയോ ചെയ്തിട്ടില്ല. ഓക്കെ, നമുക്ക് രണ്ടും ഒരു രീതി തന്നെയല്ലോ, ജസ്റ്റ് ഒന്ന് തിരിച്ച് കൊടുക്കുന്ന കാര്യം മാത്രമേ അതിൽ വരുന്നുള്ളൂ. ഓക്കെ, നമുക്കത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ റിവേഴ്സ് ബയാസിംഗ് എങ്ങനെയായിരിക്കും വരുന്നത്? ആ റിവേഴ്സ് ബയാസിംഗ് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇവിടെ നമ്മൾ കണക്ട് ചെയ്തതിനെടുത്ത് നേരെ തിരിച്ചു കൊടുക്കണം. ഓക്കെ, നമ്മളിപ്പോൾ കണക്ട് ചെയ്തിരുന്ന ഇതിനെ അപ്പോൾ അത് എന്ത് ചെയ്യുക, തിരിച്ചു കൊടുത്താൽ മതി. ഇത് മാത്രം ഒന്ന് മാറ്റുക. നേരത്തെ ഇവിടെ പിയും ഇവിടെ എന്നും ആയിരുന്നു, ഇപ്പോൾ ഇവിടെ പിയും ഇവിടെ എന്ത് ചെയ്യണം, എന്നും ആക്കി മാറ്റണം. ഓക്കെ, പി ആൻഡ് എൻ. പിന്നെ ഇവിടെ എന്ത് വേരിയേഷൻ ചെയ്തിട്ട് വരും? ഇവിടെ നമുക്ക് മൈക്രോ അമ്മീറ്റർ മാറ്റിയിട്ട് എന്താക്കി മാറ്റാം? സോറി, മില്ലി അമ്മീറ്റർ മാറ്റിയിട്ട് നമുക്ക് എന്താക്കി മാറ്റാം? നമുക്ക് അതിനെ മൈക്രോ അമ്മീറ്റർ ആക്കി മാറ്റാം. ഓക്കെ, അപ്പോൾ നമ്മൾ മൈക്രോ അമ്മീറ്റർ ആക്കി എന്ത് ചെയ്യുന്നു, ചേഞ്ച് ചെയ്യുന്നുണ്ട്. മ്യൂ എ. ഓക്കെ, അതിനുശേഷം നേരത്തെ പോലെ തന്നെ എന്ത് ചെയ്യുക, പതിയെ പതിയെ ഇതിനങ്ങോട്ട് വേരിയേഷൻ ചെയ്യുക. ഓക്കെ, റിയോസ്റ്റേറ്റ് നമ്മൾ എന്ത് ചെയ്യും, മൂവ് ചെയ്യും. റിയോസ്റ്റേറ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് ആദ്യം ഒന്നും എന്ത് ചെയ്യില്ല, ഇവരവിടെ കറണ്ട് ഒന്നും കണ്ടക്ഷൻ കൊടുക്കില്ല. ഓക്കെ, ഇങ്ങനെ പതിയെ പതിയെ മെല്ലെ മെല്ലെ പോവും. ഓക്കെ, വോൾട്ടേജ് മാത്രം ഇൻക്രീസ് ചെയ്യും, കറണ്ട് ഒന്നും എന്ത് ചെയ്യുന്നില്ല, അവിടെ ഇൻക്രീസ് ചെയ്യുന്നില്ല. അപ്പോൾ വൺസ് ഈ ഒരു എന്താ കുറേ സമയം ഇങ്ങനെ വോൾട്ടേജ് കൂട്ടി കൂട്ടി പോകുമ്പോൾ വോൾട്ടേജ് അവിടെ എന്ത് ചെയ്യാൻ തുടങ്ങും, വോൾട്ടേജ് അവിടെ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇതിനെ നടക്കുന്ന സംഭവം, നമ്മൾ ഈ റിവേഴ്സ് ബയാസിംഗ് കൊടുക്കുമ്പോൾ ഇതിനകത്ത് ആരുണ്ട്, മൈനോറിറ്റി ക്യാരിയേഴ്സ് ഉണ്ട്. ഓക്കെ, ഇതിനകത്ത് ഈ പി ടൈപ്പിനകത്ത് എൻ ടൈപ്പിനകത്ത് ആരുണ്ട്, മൈനോറിറ്റി ക്യാരിയേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ പൊട്ടൻഷ്യൽ കൊടുക്കുന്ന സമയത്ത് എത്രത്തോളം പൊട്ടൻഷ്യൽ കൊടുത്താലും ഈ നമ്മൾ കൊടുക്കുന്നത് റിവേഴ്സ് പൊട്ടൻഷ്യലാണ്. ഓക്കെ, ഇപ്പോൾ ഇത് പി ആണെങ്കിൽ ഇവിടെ എന്നും നെഗറ്റീവും ഇവിടെ പോസിറ്റീവ്. ഓക്കെ, ഇതാണല്ലോ റിവേഴ്സ് ബയാസിംഗ്, അതാണ് ഇവിടെ നടക്കുന്നത്. ഇതിനകത്ത് നടക്കുന്ന സംഭവമാണ് ഞാൻ ഇപ്പോൾ വലുതായിട്ട് വരച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ മെജോറിറ്റി ക്യാരിയേഴ്സിന് പ്രത്യേകിച്ച് ഒരു ഇത് വരത്തില്ല, കാരണം റിവേഴ്സ് ബയാസിംഗ് അവർക്ക് പ്രത്യേകിച്ച് അട്രാക്ഷൻ വരത്തില്ല. പക്ഷേ ഈ മൈനോറിറ്റി ക്യാരിയേഴ്സ് ഒരുപാട് സമയം ഈ ഒരു പൊട്ടൻഷ്യൽ ഇരിക്കുന്ന സമയത്ത് ഇവർ എന്ത് ചെയ്യാൻ തുടങ്ങും, ഇവർ അവിടെ ഒരു കറണ്ട് ഫ്ലോ നടത്താൻ തുടങ്ങും. ഓക്കെ, എന്ത് ചെയ്യും, ഒരു കറണ്ട് ഫ്ലോ നടത്തും. ഓക്കെ, അങ്ങനെ ചെയ്യുന്ന കറണ്ട് ഫ്ലോയെ വിളിക്കുന്ന പേരാണ് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്. എന്തെന്നറിയപ്പെടുന്നത്? റിവേഴ്സ് സാച്ചുറേഷൻ current. Okay, എന്താണ് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്? റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ദാറ്റ് ഈസ് ഡ്യൂ ടു ദ മൈനോറിറ്റി ക്യാരിയേഴ്സ്. റിവേഴ്സ് ബയാസിംഗ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ കൂടുതലായിട്ട് അവിടെ കറണ്ട് കൊടുത്തുകൊണ്ടിരിക്കുക, വോൾട്ടേജ് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മളിങ്ങനെ വോൾട്ടേജ് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂടെ അവിടെ എന്ത് സംഭവിക്കും, സപ്ലൈ ചെയ്ത് വരുമ്പോൾ അവിടെ മൈനോറിറ്റി ക്യാരിയേഴ്സ് ഒരു കറണ്ട് ഫോം ചെയ്യും. ആ ഫോം ചെയ്യുന്ന കറണ്ടാണ് എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് കോൾഡ് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് കോൾഡ് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്. അപ്പോൾ വീണ്ടും വോൾട്ടേജ് കൂട്ടും, നമ്മൾ എക്സ്പ്ലെയിൻ ആണ് ചെയ്യുന്നതല്ലോ. അപ്പോൾ നമ്മൾ വീണ്ടും എന്ത് ചെയ്യും, നമ്മളവിടെ എന്ത് ചെയ്യും, വോൾട്ടേജ് വീണ്ടും നമ്മളവിടെ കൂട്ടും. അപ്പോൾ നമ്മളിങ്ങനെ കൂട്ടി കൂട്ടി പോകുന്തോറും ഈ സാച്ചുറേഷൻ കറണ്ട് എന്ത് ചെയ്ത് തുടങ്ങും, അവിടെ ഇൻക്രീസ് ചെയ്ത് തുടങ്ങും. ഓക്കെ, റിവേഴ്സ് സാച്ചുറേഷൻ വോൾട്ടേജ് എന്ത് ചെയ്യും, അല്ലെങ്കിൽ റിവേഴ്സ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ഇതിനകത്തിരിക്കുന്ന ഈ മൈനോറിറ്റി ക്യാരിയേഴ്സിൽ എക്സ്ട്രാ കൈനറ്റിക് എനർജി കിട്ടും. അവർക്ക് എന്ത് കിട്ടും, കൈനറ്റിക് എനർജി. ഓക്കെ, ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നു, വോൾട്ടേജ് കൂട്ടുന്നു, വോൾട്ടേജ് കൂടുമ്പോൾ അവിടെ ടെമ്പറേച്ചർ റൈസ് ആവും. ടെമ്പറേച്ചർ റൈസ് ആകുമ്പോൾ കൈനറ്റിക് എനർജി എന്ത് ചെയ്യും, അവിടെ വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഈ കൈനറ്റിക് എനർജി കിട്ടിക്കഴിഞ്ഞാൽ ഈ ഇലക്ട്രോൺസിന് പ്രത്യേകതയുണ്ട്. ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഈ ആറ്റത്തെ അവിടെ നിർത്തിയിട്ട് ഇലക്ട്രോൺസ് അങ്ങ് ചാടിപ്പോവും. ഓക്കെ, ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ അങ്ങ് ജമ്പ് ഔട്ട് ചെയ്യും. ഓക്കെ, നോക്ക് ഔട്ട് ചെയ്യും, ജമ്പ് ഔട്ട് അല്ല നോക്ക് ഔട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ നോക്ക് ഔട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, അവിടെ ശരിക്കും ഒരു ബ്രേക്കിംഗ് ഒക്കുവർ ചെയ്യും, അല്ലെങ്കിൽ ജംഗ്ഷൻ അവിടെ ബ്രേക്ക് ആവുകയാണ്. അപ്പോൾ ഈ ഒരു ജംഗ്ഷൻ പെട്ടെന്ന് ഇങ്ങനെ ബ്രേക്ക് ആവുന്ന സമയത്ത് അവിടെ റിവേഴ്സ് കറന്റ് എന്ത് ചെയ്യും, പെട്ടെന്ന് അവിടെ ഇൻക്രീസ് ചെയ്യും, അവിടുത്തെ റെസിസ്റ്റൻസ് കുറയും. ഈ ഡയോഡ് എന്ത് ചെയ്യാൻ തുടങ്ങും, പെട്ടെന്ന് തന്നെ അവിടെ ഡിസ്ട്രോയ് ആവും. ഓക്കെ, പിന്നെ അതിൽ നമ്മൾ എങ്ങനെയാണ്, പിന്നെ നിങ്ങൾ ചോദിക്കാം, അപ്പോൾ ഒരു എക്സ്പെരിമെന്റ് നിങ്ങൾ ഒരു ഡയോഡ് എടുക്കുള്ളൂ എന്ന് ചോദിക്കാം. പക്ഷെ അങ്ങനെയല്ല, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഡയോഡിനൊക്കെ മാക്സിമം വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി ഉണ്ട്. ഓക്കെ, മാക്സിമം വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റിവേഴ്സ് സാച്ചുറേഷൻ കപ്പാസിറ്റി, നമ്മളതിനെ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് വിളിക്കും, PIV എന്ന്. ഓക്കെ, അപ്പോൾ അതായത് ആ ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് വരെ എന്ത് ചെയ്യും, ഇവിടെ വിത്ത്സ്റ്റാൻഡ് ചെയ്തോളും. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന 1N4007 എന്ന് പറയുന്ന നോർമൽ ഡയോഡ്. ഓക്കെ, 1N4007 എന്ന് പറയുന്ന നോർമൽ ഡയോഡ്. ഈ ഡയോഡിനൊക്കെ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് അത്യാവശ്യം കൂടുതൽ വോൾട്ടേജ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇവർ റിവേഴ്സിൽ കൊടുത്താലും നമ്മുടെ റെക്ടിഫിക്കേഷനൊക്കെ ഇവർ കംപ്ലൈൻറ്റ് ആവാതെ ഇരിക്കുന്നത്. ഇപ്പോൾ വോൾട്ടേജ് റേറ്റിംഗ് കുറഞ്ഞൊരു ഡയോഡാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഈ റിവേഴ്സ് ബയാസിംഗ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ഈ ഒരു
റെക്ടിഫയർ പഠിക്കുന്ന സമയത്ത് കുറച്ച് മനസ്സിലാവും എങ്ങനെയാണ് ഇതിനകത്ത് റിവേഴ്സിങ് വരുന്നതിനെ കുറിച്ചിട്ട്. അപ്പോൾ അവിടെ വരുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ കംപ്ലൈന്റ് ആവും. അപ്പോൾ അത് വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെയൊക്കെ പി ഐ അല്ലെങ്കിൽ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് വളരെ കൂടുതൽ, റിവേഴ്സ് വോൾട്ടേജ് വളരെ കൂടുതലാണ്. സോ അങ്ങനെയുള്ള ഡയോഡ്സ് നമ്മൾ എന്ത് ചെയ്യും? അവിടെ എക്സ്പെരിമെന്റിന് വേണ്ടി എടുക്കുന്നത്. ഇല്ല നമ്മളിനിപ്പോൾ ഒരു ഡയോഡ് എടുത്തിട്ട് ഫോർവേഡിൽ ഇപ്പോൾ ഒരു 200 വോൾട്ട് വരെയൊക്കെ സപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിൽ റിവേഴ്സിൽ 200 വോൾട്ടേജ് കൊടുത്ത് എന്ത് സംഭവിക്കും? റിവേഴ്സിൽ 200 വോൾട്ടേജ് കൊടുത്ത് അപ്പോൾ തന്നെ എന്ത് ചെയ്യും? പെട്ടെന്ന് ഡിസ്ട്രോയ് ആയി പോകും. ഡയോഡൊക്കെ പെട്ടെന്ന് ചൂടാവും. നമ്മൾ ഒരിക്കലും നിങ്ങൾ ഈ എക്സ്പീരിയൻസ് ചെയ്താലും റിവേഴ്സ് ബയാസിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ വോൾട്ടേജ് ഒരിക്കലും കൂട്ടല്ല, ഒരുപാടൊന്നും കൂട്ടല്ല. അതുകൊണ്ടാണ് നമ്മളവിടെ മൈക്രോ ആംബിയർ റേഞ്ചിലുള്ള അമ്മീറ്റർ തന്നെ പ്ലേസ് ചെയ്യുന്നത്. കാരണം ചെറുതായിട്ടൊക്കെ ഇൻക്രീസ് വരുമ്പോൾ തന്നെ അവിടെ എന്ത് ചെയ്യും? മൈനറ്റിക് ആയിട്ടുള്ള സാച്ചുറേഷൻ കറണ്ട്, റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് അവിടെ സ്റ്റാർട്ട് ചെയ്യും. പിന്നീട് ഇതിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഇനി സെക്കൻഡ് ചാപ്റ്ററിൽ 9th യൂണിറ്റിൽ പറയുന്നുണ്ട്. അവിടെ നമ്മൾ സെനർ ഡയോഡിനെ കുറിച്ച് പഠിക്കും. അപ്പോൾ ഈ സെനർ ഡയോഡ് എന്ന് പറയുന്നത് ഈ റിവേഴ്സ് ബയാസിംഗിൽ വർക്ക് ചെയ്യേണ്ട ഒരു ഡയോഡാണ് സെനർ ഡയോഡ്. അത് സ്പെഷ്യലി ഡിസൈൻഡ് ആണ്. അതിന്റെ ഡോപ്പിംഗ് കോൺസെൻട്രേഷനിലും അതുപോലെ തന്നെ ഡോപ്പിംഗ് റീജിയൻസിലൊക്കെ എന്ത് ചെയ്യുന്നു? ചെറിയ ചെറിയ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അവരെ പർപ്പസ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു പ്രത്യേകത, ഇവിടുത്തെ ഗ്രാഫ് നോക്കുമ്പോൾ ഇവിടെ ഈ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ടിൽ ഒരു പർട്ടിക്കുലർ വാല്യൂ കഴിയുമ്പോൾ കറണ്ട് അങ്ങ് സഡൻലി ഇൻക്രീസ് ചെയ്യുന്നു. പക്ഷേ വോൾട്ടേജ് പിന്നെ കോൺസ്റ്റന്റ് ആണ്. ഇവിടെ എവിടെയെങ്കിലും റീജിയൻ ഒന്ന് നമ്മൾ ലൈൻ ഒന്ന് വരച്ച് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു ജസ്റ്റ് ഒരു ലൈൻ ഒന്ന് ഇങ്ങനെ മാർക്ക് ചെയ്യുകയെ, ആ ലൈൻ മാർക്ക് ചെയ്യുമ്പോൾ ഇപ്പൊ ഞാൻ പോയിന്റ് ഉണ്ട്, നിങ്ങൾ ഗ്രാഫിക്കലി എല്ലാ ഒരു ബുക്കിലൊക്കെ ഒന്ന് ഗ്രാഫ് നോക്കിയാലും മതി. ഓക്കെ, അപ്പോൾ അവിടെ നോക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് കഴിയുമ്പോൾ, ഓക്കെ, പർട്ടിക്കുലർ വോൾട്ടേജ് ഇവിടുത്തെ ഒരു വോൾട്ടേജ് ആണ്. ഞാൻ നോക്കിയാൽ ഈ ഒരു പോയിന്റ് നമ്മൾ കഴിയുന്ന സമയത്ത് പിന്നെ എന്ത് ചെയ്യാണ്? അവിടെ വോൾട്ടേജ് വലുതായിട്ട് ഇൻക്രീസ് ചെയ്യുന്നില്ല. ഓക്കെ, വോൾട്ടേജ് പിന്നെ ഇൻക്രീസ് ചെയ്യുന്നില്ല. ഇവിടേക്ക് വോൾട്ടേജ് ഇൻക്രീസ് വരുക റിവേഴ്സ് വോൾട്ടേജസ് ആണ്. നമ്മൾ റിയോസ്റ്റേറ്റ് കൂടുന്നതനുസരിച്ച് വോൾട്ട് മീറ്റർ വോൾട്ടേജ് ഇങ്ങനെ കൂടി വരും. ഓക്കെ, വോൾട്ടേജ് കൂടി വരുന്നു. പക്ഷേ ഇവിടെ എത്തുന്ന സമയത്ത് പിന്നെ എന്ത് ചെയ്യും? വോൾട്ടേജ് അവിടെ കോൺസ്റ്റന്റ് ആവും, കറണ്ട് മാത്രം എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന ഡയോഡാണ് സെനർ ഡയോഡ് എന്ന് പറയുന്നത്. അപ്പോൾ സെനർ ഡയോഡ് മീൻസ് ഇറ്റ് ഈസ് എ റിവേഴ്സ് ബയാസ് ഡയോഡ് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് വോൾട്ടേജ് റെഗുലേഷൻ. കാരണം ഈ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് എന്തിന് യൂസ് ചെയ്യാൻ പറ്റും? വോൾട്ടേജ് റെഗുലേഷൻസിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. അതാണ് അവിടുത്തെ സെനർ ഡയോഡ് ആസ് എ വോൾട്ടേജ് സ്റ്റെബിലൈസർ എന്ന ഇതിൽ നിങ്ങളുടെ സെമി കണ്ടക്ടർ ഡയോഡ് ആപ്ലിക്കേഷൻ എന്ന ചാപ്റ്ററിൽ 9th യൂണിറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ അവിടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ജസ്റ്റ് ഒരു റിവേഴ്സ് ബയാസിംഗ് പറഞ്ഞതുകൊണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് പറയാൻ പറ്റുക? നമുക്ക് റിവേഴ്സ് ബയാസിംഗ് പറയാൻ പറ്റും. സോ അവിടെ ഒരു മൈക്രോ ആംബിയർ റീലാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് അവിടെ റൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ടോപ്പിക്സ് അവിടെ നോക്കുക. ഇതാണ് നമുക്ക് ഈ ഒരു ഗ്രാഫുമായി ബന്ധപ്പെട്ട് അവിടെ പഠിക്കാനായിട്ട് വരുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എക്സ്പെരിമെന്റ് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, എന്നാലും എന്താ ഗ്രാഫ് ഒരു സർക്യൂട്ട് ഒക്കെ വരയ്ക്കാൻ അറിഞ്ഞിരിക്കണം. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പെരിമെന്റൽ പ്രൊസീജിയർ എന്ന രീതിയിൽ പറയുന്നില്ലെന്നേ ഉള്ളൂ. എക്സ്പെരിമെന്റ് എന്താണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ സാധാരണ ചില ടെക്സ്റ്റുകളിലൊക്കെ ആണെങ്കിൽ എക്സ്പെരിമെന്റൽ പ്രൊസീജിയർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയാറുണ്ട്. ഓക്കെ, ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് അങ്ങനെയില്ല. എന്തെങ്കിലും ടോപ്പിക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചാലും റൈറ്റ് എ നോട്ട് ഓൺ വോൾട്ടേജ് ആംബിയർ ക്യാരക്ടറൈസേഷൻ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പി എൻ ജംഗ്ഷൻ എന്നോ അല്ലെങ്കിൽ വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പി എൻ ജംഗ്ഷൻ എന്നോ അങ്ങനെയൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ക്വസ്റ്റ്യൻസ് അവിടെ ചോദിക്കുന്നത്. ഓക്കെ, ഈ ഒരു ടോപ്പിക് ബേസ് ചെയ്തിട്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു പി എൻ ജംഗ്ഷനെ ബന്ധപ്പെട്ട് നമുക്ക് വരുന്ന ആ ഒരു യൂണിറ്റിൽ, സെക്കൻഡ് യൂണിറ്റിലെ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇതിന്റെ കൂടെ വരുന്ന ആൾ തന്നെയാണ് അടുത്ത ടോപ്പിക്കും. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദാറ്റ് ഈസ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജും അതുപോലെ തന്നെ നീ വോൾട്ടേജും. ഓക്കെ, രണ്ട് ടേംസ് ഈ റിവേഴ്സ് സാച്ചുറേഷനെ ബന്ധപ്പെടുന്ന ടേംസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ബ്രേക്ക് ഡൗൺ ആൻഡ് നീ വോൾട്ടേജ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. 2 അവേഴ്സ് സിലബസിൽ കൊടുത്തിരിക്കുന്നത്. 2 അവേഴ്സിന്റെ ആവശ്യമില്ല, ഇതിന്റെ സബ് ടോപ്പിക് ആണത്. ഓക്കെ, അത് വെറുതെയാണ് അവർ ആ ഒരു 2 അവേഴ്സ് സിലബസിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ശരിക്കും പി എൻ ജംഗ്ഷൻ പഠിപ്പിക്കാനാണ് കുറച്ച് സമയം കൂടുതൽ വേണ്ടത്. ഓക്കെ, നമ്മളത് കഴിഞ്ഞു ആ ടോപ്പിക്ക്. ബ്രേക്ക് ഡൗൺ ശരിക്കും അതൊരു സെപ്പറേറ്റ് ടോപ്പിക് അല്ല, അത് ഇതിന്റെ കൂടെ തന്നെ വരുന്നതാണ്. നമ്മുടെ ഈ ഒരു പി എൻ ജംഗ്ഷന്റെ റിവേഴ്സ് ബയാസിംഗിന്റെ കൂടെ വരുന്ന ടോപ്പിക്കാണ് ഈ ബ്രേക്ക് ഡൗൺ വോൾട്ടേജും നീ വോൾട്ടേജും. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ആണ്. ഓക്കെ, ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. അപ്പോൾ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മിനിമം റിവേഴ്സ് വോൾട്ടേജ് അറ്റ് വിച്ച് പി എൻ ജംഗ്ഷൻ ബ്രേക്ക് ഡൗൺ വിത്ത് സഡൻ റൈസ് ഇൻ റിവേഴ്സ് കറന്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ഡയോഡിൽ ആ ഒരു എന്താ ബ്രേക്കിംഗ് നടക്കാനായിട്ട് കൊടുക്കാൻ പറ്റുന്ന മിനിമം റിവേഴ്സ് വോൾട്ടേജ്. ഓക്കെ,
അതായത് ആ ഒരു വോൾട്ടേജ് കഴിഞ്ഞാൽ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്ത് ഇൻക്രീസ് ചെയ്യുള്ളൂ? കറണ്ട് അവിടെ ഇൻക്രീസ് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റ് ആണ് എന്ന് പറയുന്നത് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. അതായത് ഒരു കറണ്ട് റൈസ് ഉണ്ടാകണമെങ്കിൽ അവിടെ നമ്മൾ കൊടുക്കേണ്ട ഏറ്റവും മിനിമം വോൾട്ടേജ്, മാക്സിമം അല്ല. മാക്സിമം നമ്മൾ പറഞ്ഞു അതിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന വോൾട്ടേജ് ആണ് മാക്സിമം വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? അതവിടെ ബേൺ ആയി പോകും. ഓക്കെ, ഡിസ്ട്രോയ് ആയി പോകും. അപ്പോൾ അതാണ് എന്ന് പറയുന്നത്. നമുക്കിവിടെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് മീൻസ് എന്തായിരിക്കും? ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഇറ്റ് ഈസ് ദ മിനിമം വോൾട്ടേജ് അല്ലെങ്കിൽ മിനിമം റിവേഴ്സ് വോൾട്ടേജ് അറ്റ് വിച്ച് PN ജംഗ്ഷൻ ബ്രേക്ക് ഡൗൺ വിത്ത് സഡൻ റൈസ് ഇൻ റിവേഴ്സ് കറന്റ്. ആ ഒരു ബ്രേക്ക് ഡൗൺ ഒക്കർ ചെയ്യുന്നു. കാരണം ബ്രേക്ക് ഡൗൺ ഒക്കർ ചെയ്യാതെ റിവേഴ്സ് എന്താണ്? കണ്ടക്ഷൻ നടക്കില്ല. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞു റിവേഴ്സ് ബയാസിൽ കറണ്ട് കണ്ടക്ഷൻ നടക്കില്ല. കാരണം ഡിപ്ലീഷൻ ലെയറിന്റെ വിഡ്ത്ത് വളരെ കൂടുതലാണ്. ഒരു കാരണവശാലും കറണ്ട് കണ്ടക്ഷൻ നടക്കില്ല എന്നാ പറഞ്ഞു. പക്ഷേ ഇവിടെ എന്ത് ചെയ്യുന്നു? ചെറിയ രീതിയിൽ നമ്മൾ വോൾട്ടേജ് കൂട്ടുന്തോറും അവിടെ ആ ഒരു എന്താ കൈനറ്റിക് എനർജി ഒക്കെ കൂടി മൈന്യൂട്ട് ക്യാരിയർസ് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ഒക്കെ അവിടെ റൺ ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ റൺ ചെയ്ത് ഫർദർ വീണ്ടും എന്ത് ചെയ്യുന്നു? ആ റൺ ചെയ്ത് അവസാനം എന്ത് ചെയ്യണം? അവിടെ അതിന്റെ ആ ഒരു ബ്രേക്ക് ഡൗൺ അവിടെ ഒക്കർ ചെയ്യുവാണ്. അപ്പോൾ അങ്ങനത്തെ ആ ഒരു ഒക്കറൻസ് വന്നത് കാരണം ഓക്കെ അങ്ങനെ എന്ത് ചെയ്യുന്നു? അവിടെ ആ ഒരു ബ്രേക്ക് ഡൗൺ മെക്കാനിക്സ് നടക്കുന്നു. ദെൻ അവിടെ ആ ഒരു എന്ത് ചെയ്യുന്നു? കറണ്ട് ഓഫ് കണ്ടക്ഷൻ അവിടെ കൂടുതലായിട്ട് നടക്കുന്നത്. ഒരു ബ്രേക്ക് ഡൗൺ നടന്നിട്ടാണ് കറണ്ട് കണ്ടക്ഷൻ നടക്കുന്നത്. അപ്പോൾ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് മീൻസ് ഇറ്റ് ഈസ് ദ മിനിമം റിവേഴ്സ് വോൾട്ടേജ് അറ്റ് വിച്ച് PN junction breakdown with a sudden rise in reverse current. ഓക്കെ, റിവേഴ്സ് കറണ്ട് കൂടാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ റിവേഴ്സ് കറണ്ട് ഇൻക്രീസ് ചെയ്യിപ്പിച്ചുകൊണ്ട് ആവശ്യമായിട്ട് വരുന്ന വോൾട്ടേജ് ആണ് എന്തെന്ന് പറയുന്നത്? ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. ദെൻ നമ്മൾ ഒരുപാട് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് കൂട്ടിക്കഴിഞ്ഞാൽ ബ്രേക്ക് ഡൗൺ വോൾട്ടേജിന്റെ വാല്യൂ ഫർദർ വീണ്ടും ഇൻക്രീസ് എന്ത് സംഭവിക്കും? ഫർദർ വീണ്ടും നമ്മൾ അത് ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ അവിടെ അത് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യും? അതവിടെ ഡിസ്ട്രോയ് ആവും. ഈ കംപ്ലീറ്റ് അവിടെ ഡിസ്ട്രോയ് ആയിട്ട് പോകുന്നുണ്ട്. ദെൻ ഇതിൽ പറയേണ്ടത് വേറൊരു കാര്യം കൂടി, ഈ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് മെൻഷൻ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റിവേഴ്സ് കറണ്ട് ഉണ്ട്. ഓക്കെ, റിവേഴ്സ് കറണ്ട് ഈ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് കൂടുന്ന സമയത്ത് ഓക്കെ ആസ് ദ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഇൻക്രീസസ് അവിടെ എന്തുകൂടി ഇൻക്രീസ് ആവുന്നുണ്ട്? അവിടെ ഒരു റിവേഴ്സ് കറണ്ട് കൂടി ഇൻക്രീസ് ആവുകയാണ്. ഓക്കെ, റിവേഴ്സ് കറണ്ട് ശരിക്കും ഈ വോൾട്ടേജ് ഞാൻ പറഞ്ഞു നമ്മൾ എത്ര വോൾട്ടേജ് കൂട്ടിയാലും ഒരു പർട്ടിക്കുലർ ലെവൽ വരെ കൂടുകയുള്ളൂ. ഓക്കെ, ഒരു പർട്ടിക്കുലർ ലെവൽ വരെ ഇവിടെ കൂടിക്കൊണ്ട് വരും. പക്ഷെ വീണ്ടും ഫർദർ അത് കൂട്ടുവാണെങ്കിൽ അവിടെ എന്താ ഇൻക്രീസ് ചെയ്യുന്നത്? കറണ്ട് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, വൺസ് ഈ ഒരു കറണ്ട് അവിടെ ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ കറണ്ട് എന്ത് ചെയ്തോളും? ജംഗ്ഷനെ ഡാമേജ് ചെയ്യും. ഓക്കെ, PN ജംഗ്ഷൻ ഫോം ചെയ്തെന്ന് പറഞ്ഞു ഡിപ്ലീഷൻ ലെയർ ഒക്കെ ഉണ്ട്. ഡിപ്ലീഷൻ എന്ത് ചെയ്യും? പെട്ടെന്ന് ഞങ്ങൾ ഡാമേജ് ആവും. ഈ ഡയോഡ് സെന്റർ പാർട്ട് വെച്ച് ഞങ്ങൾ ബ്രേക്ക് ആവും. ഓക്കെ, പെട്ടെന്ന് തന്നെ സഡൻ ആയിട്ട് എന്ത് ചെയ്യും? ക്വിക്കായിട്ട് ബ്രേക്ക് ആവും. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ട്രാൻസിസ്റ്റേഴ്സും ബേസിക്കലി 2 PN ജംഗ്ഷൻ വരുന്നതേ ഉള്ളൂ. ഡയോഡ് പോലെയാണ് വരുന്നത്. അപ്പോൾ അവരും എന്ത് ചെയ്തോളും? റിവേഴ്സിൽ നമ്മളിങ്ങനെ കണക്ട് ചെയ്തിട്ട് കൂട്ടുവാണെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യും? ഹീറ്റ് ആയിട്ട് അവിടെ എന്തായി പോകും? ബേൺ ആയിട്ട് അങ്ങ് പോകും. ഓക്കെ, അല്ലെങ്കിൽ ഇല്ലാതായിട്ട് പോവാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വർക്കിംഗ് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ റൂം ടെമ്പറേച്ചർ നോക്കുവാണെങ്കിൽ എങ്ങനെയാണ് ബ്രേക്ക് ഡൗൺ മെക്കാനിക്സ് നടക്കുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു റൂം ടെമ്പറേച്ചറിൽ പറയുവാണ്. ഓക്കെ, ഈ റൂം ടെമ്പറേച്ചർ കുറച്ച് എന്തുണ്ടാവും? അവിടെ ഇലക്ട്രോൺ ഹോൾസ് പെയർസ് ഉണ്ടാവും. മൈനോറിറ്റി ക്യാരിയർസ് എന്ത് ചെയ്യും? അവിടെ ഉണ്ടാവും. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതൊരു PN ജംഗ്ഷൻ ആണ് വെച്ചോളൂ. ഇതൊരു PN ജംഗ്ഷൻ, സെൻട്രലിലെ ജംഗ്ഷൻ വരുന്നത്. ഓക്കെ, ഇവിടെ Pയും ഇവിടെ N. ഓക്കെ, Pയും N. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഇതിനെ ഒരു പൊട്ടൻഷ്യൽ അവിടെ കണക്ട് ചെയ്തിരിക്കുകയാണ്. എങ്ങനെയാണ്? റിവേഴ്സ് ബയാസിംഗിൽ. ഓക്കെ, റിവേഴ്സ് ബയാസിംഗ് നമ്മൾ ഇതിനെ കണക്ട് ചെയ്തിരിക്കുക. അപ്പോൾ കണക്ട് ചെയ്യുന്ന സമയത്ത് റൂം ടെമ്പറേച്ചറിൽ ഈ ഒരു ഫോർമേഷൻ ഇവിടെ എന്തുണ്ടാവും? ഇവിടെ കുറച്ച് ഇലക്ട്രോൺസ് കുറച്ച് ഹോൾസ് ഒക്കെ ഉണ്ടാവും. മൈനോറിറ്റി ക്യാരിയേഴ്സ് ആയിട്ട് എവിടെ ഉണ്ടാവും? ഡിപ്ലീഷൻ ലെയർ തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ റിവേഴ്സ് ബയാസിംഗ് ചെയ്യുന്ന സമയത്ത് ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഇവിടെയുള്ള ഇലക്ട്രോൺസ് നേരെ നമ്മുടെ ഈ ഒരു പോസിറ്റീവിലോട്ട് മൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഓക്കെ, പോസിറ്റീവ് സപ്ലൈയിലോട്ട് മൂവ് ചെയ്യും. അപ്പോൾ അതിൽ ഈ കൂടുതൽ റിവേഴ്സ് വോൾട്ടേജ് കൊടുക്കുമ്പോൾ ഇലക്ട്രോൺ എന്ത് ചെയ്യും? കൂടുതൽ വെലോസിറ്റീസ് അവിടെ എന്ത് ചെയ്യും? അവിടെ അക്യൂർ ചെയ്യും. അപ്പോൾ കൂടുതൽ ഇലക്ട്രോൺസ് അക്യൂർ ചെയ്യുമ്പോൾ ഈ ഫ്രീ ഇലക്ട്രോൺസ് ചെന്ന് മറ്റുള്ള ഇതിന്റെ ബാലൻസ് ഇലക്ട്രോൺസിന് ഹിറ്റ് ചെയ്യിക്കും. ഓക്കെ, ഇവിടെ ഓൾറെഡി ഈ റൂം ടെമ്പറേച്ചറിൽ ആര് ഫോം ചെയ്യുന്നു? ഒരു ഫ്രീ ഇലക്ട്രോൺസ് ഫോം ചെയ്തു. ഫ്രീ ഇലക്ട്രോൺസിനെ ട്രിഗർ ചെയ്യുന്ന ആരാണ്? ഇവിടെ ഇരിക്കുന്ന പോസിറ്റീവ് ടെർമിനൽ. ഓക്കെ, പോസിറ്റീവ് ടെർമിനൽ ട്രിഗർ ചെയ്യും. അപ്പോൾ അതിന് കൂടുതൽ വോൾട്ടേജ് കൊടുക്കുമ്പോൾ കൂടുതൽ എനർജി കിട്ടും. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇതെന്ത് ചെയ്യും? ഇവിടെയുള്ള ബാലൻസ് ഇലക്ട്രോൺസിനേക്ക് എന്ത് ചെയ്യും? അവിടെ ഡിസ്ലൊക്കേറ്റ് ചെയ്യും. ഓക്കെ, ഡിസ്ലൊക്കേറ്റ് ചെയ്യും. അങ്ങനെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ആ ഒരു ബാലൻസ് ഇലക്ട്രോൺസ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ബാലൻസ് ഇലക്ട്രോൺസ് പുറത്തോട്ട് വരുന്നു അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് വരുന്നു. നേരത്തെ പറഞ്ഞത് കൈനറ്റിക് എനർജി കിട്ടുന്ന സമയത്ത് അവിടെ നിന്ന് നോക്കൗട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. നോക്കൗട്ട് ചെയ്യുന്ന ഫിനോമിനാണ് ഇപ്പോൾ ഇവിടെ ബ്രേക്ക് ഡൗണിൽ എക്സ്പ്ലെയിൻ ചെയ്തത്. ബാലൻസ് ഇലക്ട്രോൺസ് ഇങ്ങനെ ഈ ഓർബിറ്റിന്റെ സൈഡിൽ ഇരിക്കും. ഇവിടുന്ന് വരുന്ന ഇലക്ട്രോൺ ഫ്രീ ഇലക്ട്രോൺ നേരെ ചെന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഹിറ്റ് ചെയ്തിട്ട് ഇവിടുന്ന് ഇറങ്ങി പോകാനായിട്ട് പറയും. ഓക്കെ, അവിടെ നിന്ന് ചാടും. ഓക്കെ, അങ്ങനെ പുറത്തോട്ട് വരുന്നു. പുറത്തോട്ട് വരുമ്പോൾ എന്ത് ചെയ്യും? ഇപ്പോൾ 2 ഫ്രീ ഇലക്ട്രോൺ ആയി. ഓക്കെ, അടുത്ത എന്ത് ചെയ്യും? ഇതിനെ ചെന്ന് മറ്റൊന്ന് എന്ത് ചെയ്യും? ഹിറ്റ് ചെയ്യിപ്പിക്കും. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യുന്നു? ഫർദർ ഇവിടെ ഇലക്ട്രോൺസ് എന്ത് ചെയ്യാണ്? കൂടുതൽ ഫ്രീ ഇലക്ട്രോൺസിനെ നിർമ്മിക്കുന്നു.
അപ്പോൾ ഇലക്ട്രോണിക്സ് കൂടി വരുന്ന സമയത്ത് പിന്നെ അതിനൊരു എന്താ കറക്റ്റായിട്ടൊരു മെത്തേഡ് ഇല്ലാതെ ആയിപ്പോവും. അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഒരു സിസ്റ്റമാറ്റിക് വേയിൽ അല്ലാതെ എന്ത് ചെയ്യും അവിടെ ഇൻക്രീസ് ആവും. അപ്പോൾ അങ്ങനെ ഇൻക്രീസ് ആയി വരുന്ന ഇലക്ട്രോണിക്സിനെ വിളിക്കുന്ന പേരാണ് ആ ഒരു പ്രോസസ്സിനെ പറയുന്നത് അവലാഞ്ചെ എന്ന് വിളിക്കും. എന്തെന്നാ വിളിക്കുന്നത്? അവലാഞ്ചെ. ഓക്കെ. AVALANCH അവലാഞ്ചി ബ്രേക്ക് ഡൗൺ. നമുക്ക് 2 ബ്രേക്ക് ഡൗൺ ഉണ്ട്. സെനർ ബ്രേക്ക് ഡൗണും അവലാഞ്ചി ബ്രേക്ക് ഡൗണും. ഓക്കെ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവലാഞ്ചി ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത്. നോർമലി ഈ അവലാഞ്ചി ബ്രേക്ക് ഡൗൺ തന്നെയാണ് സെനർ ഡയോഡിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. പക്ഷെ നമ്മളവിടെ സെനർ ഡയോഡ് എന്നാണ് പറയുന്നത്. അവലാഞ്ചി ബ്രേക്ക് ഡൗണിലും സെനർ ബ്രേക്ക് ഡൗണിലും എന്ത് വർക്ക് ചെയ്യാറുണ്ട്? സെനർ ഡയോഡുകൾ വർക്ക് ചെയ്യാറുണ്ട്. പക്ഷേ പേര് രണ്ടും നമ്മൾ ഒന്നിച്ചാണ് പറയുന്നത്. എന്താ? സെനർ ഡയോഡ്സ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്തു? അവിടെ നമുക്ക് ഈ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്തു. പിന്നെ എന്ത് ചെയ്യും? അവിടെ റിവേഴ്സ് സാച്ചുറേഷൻ കറന്റ് കാരണം ഇത് എന്ത് ചെയ്യും? അവിടെ ഡിസ്ട്രോയ് ആയിട്ട് പോകും. കാരണം കൂടുതൽ ഇലക്ട്രോൺസ് അവിടെ വരുന്നു. കൂടുതൽ കറന്റ് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ വരുന്നുണ്ട്. ഇനി ഇതിൽ നീ വോൾട്ടേജ് എന്നൊരു ടേം ഉണ്ട്. ഓക്കെ. നീ വോൾട്ടേജ്. ഇതിപ്പോ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. മറ്റൊരു ടൈമാണ് എന്ത്? നീ വോൾട്ടേജ്. ഓക്കെ. KNEE. ഓക്കെ. നീ വോൾട്ടേജ്. അപ്പോൾ ഈ ഒരു നീ വോൾട്ടേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഫോർവേഡ് വോൾട്ടേജ് അറ്റ് വിച്ച് ദ കറന്റ് ത്രൂ ദ ജംഗ്ഷൻ സ്റ്റാർട്ട് ടു ഇൻക്രീസ് റാപ്പിഡ്ലി. ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറയുന്നത് എവിടെ വരുന്നതാണ്? നിങ്ങൾ ആ ഒരു ഗ്രാഫ് ഒന്നുകൂടി ഒന്ന് എടുത്തോളൂ. അപ്പോൾ അത് ഞാൻ ഗ്രാഫ് കാണിച്ചു തരാം. ഇതിൽ നമ്മൾ പറഞ്ഞ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഇത് ഇവിടെ വരുന്നതാണ്. ഇവിടെ വരുന്നതാണ് ആര്? ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇത് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ആണ്. ഇനി നീ വോൾട്ടേജ് എന്ന് പറയുന്നത് ഇവിടെ വരുന്നത് എവിടെ വരുന്നത്? പോസിറ്റീവ് ബയാസിംഗ് ഫോർവേഡ് ബയാസിംഗ് വരുന്നതാണ് ആരെന്ന് പറയുന്നത്? നീ വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നീ വോൾട്ടേജ് മീൻസ് ഇറ്റ് ഈസ് ദ മിനിമം വോൾട്ടേജ് റിക്വയർഡ് ടു അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ ഫോർവേഡ് വോൾട്ടേജ് അറ്റ് വിച്ച് ദ കറന്റ് ത്രൂ ദ ജംഗ്ഷൻ സ്റ്റാർട്ട് ടു ഇൻക്രീസ് റാപ്പിഡ്ലി. ഓക്കെ. അതായത് നീ വോൾട്ടേജ് ഞാൻ പറഞ്ഞു എത്രയാണ്? 0.7 0.3 ആണ്. 0.74 സിലിക്കൺ ആൻഡ് 0.34 ജെർമാനിയം. ഓക്കെ. 0.74 സിലിക്കൺ ആൻഡ് 0.34 ജെർമാനിയം. ഓക്കെ. അപ്പോൾ നീ വോൾട്ടേജ് എന്താണ്? നീ വോൾട്ടേജ് നമുക്കതിനെ ടേൺ ഓൺ വോൾട്ടേജ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഓക്കെ. ടേൺ ഓൺ വോൾട്ടേജ് കാരണം അവിടെ എന്ത് ചെയ്യണം? നമ്മൾ ആ ഡയോഡിനെ ഓൺ ആക്കുന്ന വോൾട്ടേജ് ആണ് നീ വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പോൾ നീ വോൾട്ടേജ് നമുക്ക് ഇവിടെ ഇപ്പോൾ ഒരു നമ്മുടെ ജെർമാനിയം ക്രിസ്റ്റൽ ആണെങ്കിൽ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്തുന്ന സമയത്ത് 1.1 0.2 0.3. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ പറയുക? ഇതാണ് ഇവിടുത്തെ നീ വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് മീൻസ് അവിടെ ബ്രേക്ക് ഡൗൺ ഒക്കർ ചെയ്യുന്ന വോൾട്ടേജ് മിനിമം വോൾട്ടേജ് റിക്വയർഡ് ടു ഇൻക്രീസ് ദ റിവേഴ്സ് സാച്ചുറേഷൻ കറന്റ്. നീ വോൾട്ടേജ് എന്ന് വെച്ചാൽ എന്താണ്? നീ വോൾട്ടേജ് നീ വോൾട്ടേജ് ഈസ് ദ ഫോർവേഡ് വോൾട്ടേജ്. അവിടെ ഫോർവേഡ് എന്നൊക്കെ വാക്കൊക്കെ യൂസ് ചെയ്യണം. കാരണം വെറുതെ വോൾട്ടേജ് യൂസ് ചെയ്തിട്ട് കാര്യമില്ല. ഫോർവേഡ് വോൾട്ടേജ് യൂസ് ചെയ്യണം. കാരണം രണ്ട് കണ്ടീഷനും ഒരേ ഇതിലാണ് പറയുന്നത്. സോ അതുകൊണ്ട് ഫോർവേഡ് എന്ന കണ്ടീഷൻ എന്ത് ചെയ്യാം? കറക്റ്റായിട്ട് അവിടെ യൂസ് ചെയ്യുക. ഓക്കെ. അപ്പോൾ അവിടെ ആ ഒരു ഫോർവേഡ് കണ്ടീഷൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ പറയുന്നുണ്ട്. ദെൻ അപ്പോൾ ഫോർവേഡ് പറഞ്ഞല്ലോ. അപ്പോൾ അതാണ് എന്ത് പറയുന്നത്? ഇറ്റ് ഈസ് കോൾഡ് ആസ് ദ നീ വോൾട്ടേജ്. ഓക്കെ. ജെർമേനിയത്തിൻ്റെ എത്രയാണ്? 0.3 ആണ്. സിലിക്കൺ ആണെങ്കിലോ 0.7 ആണ് എന്ത് ചെയ്യുന്നത്? അവിടെ നമുക്ക് വരുന്നത്. അപ്പോൾ ഇത് രണ്ടും കാര്യങ്ങളും കറക്റ്റായിട്ട് അവിടെ നോക്കി വെച്ചേക്കാം. ഓക്കെ. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു 3 ടേംസ് ഉണ്ട്. സിലബസിൽ പറഞ്ഞിട്ടില്ല. ടെക്സ്റ്റിലെ ലാസ്റ്റത്തെ ടോപ്പിക്കാണ്. അതൊന്ന് നിങ്ങൾ നോക്കി വെച്ചേക്കാം. നമുക്ക് കാരണം അടുത്ത ഫിൽറ്റർ ഒക്കെ പഠിക്കുന്ന സമയത്ത് അത് ആവശ്യമായിട്ട് എന്തായാലും വരും. ഓക്കെ. അപ്പോൾ മാക്സിമം ഫോർവേഡ് വോൾട്ടേജിന് ഒന്നാമത്തെ ടേം എന്ന് പറയുന്നത് മാക്സിമം ഫോർവേഡ് വോൾട്ടേജിലെ കറണ്ട്. ഓക്കെ. കറണ്ട് ഒരു ടേമാണ് മാക്സിമം ഫോർവേഡ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഒരു ഡയോഡിന് ഇപ്പൊ നമ്മൾ പറഞ്ഞു അവിടെ ഒരു നീ വോൾട്ടേജ് കഴിയുന്ന സമയത്ത് പിന്നെ കറണ്ട് കണ്ടക്ഷൻ നടക്കുന്നു പറഞ്ഞു. ഈ കറണ്ട് കണ്ടക്ഷൻ വെറുതെ അങ്ങ് നടന്നുകൊണ്ടിരുന്നാൽ പറ്റില്ല. ഓക്കെ. അതായത് എത്ര റേറ്റിംഗ് വരെ വേണോ നമുക്ക് പോകാൻ പറ്റും എന്നൊന്നും പറയുന്നില്ല. ഓക്കെ. ഒരു പർട്ടിക്കുലർ വാല്യൂ ഉണ്ട്. ഓക്കെ. ഒരു വാല്യൂ വരെ മാത്രമേ നമുക്കിപ്പോൾ ഒരു നോർമൽ ഡയോഡിൽ കൂടി ഒരു 10 ആംപിയർ കറണ്ടോ 20 ആംപിയർ കറണ്ടോ ഒന്നും കൊടുക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ഓക്കെ. ചിലപ്പോൾ കഴിവുള്ളത് കാണും. പോസിബിലിറ്റീസ് ഉണ്ട്. അത് സ്പെഷ്യൽ ഡിസൈൻഡ് ആയിരിക്കും. ഓക്കെ. ഇപ്പോൾ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഈ 1N407 ഒക്കെ അത്രത്തോളം കറണ്ട് കൂടുതൽ എന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ കത്തിപ്പോവും. ഓക്കെ. അല്ലെങ്കിൽ നമുക്ക് തെർമൽ റണ്ണവേ സംഭവിക്കും. ഓക്കെ. അപ്പോൾ അങ്ങനെ സംഭവിക്കും. അപ്പോൾ ഒരു ഡയോഡിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം ഫോർവേഡ് കറണ്ട് ആണ് കൊടുക്കാൻ ഫോർവേഡ് ബയാസിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും കൂടിയ കറണ്ട് ആണ് എന്ന് പറയുന്നത് മാക്സിമം ഫോർവേഡ് കറണ്ട്. ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് കറണ്ട് ഇൻസ്റ്റന്റേനിയസ് ഫോർവേഡ് കറണ്ട് ദാറ്റ് എ PN ജംഗ്ഷൻ ക്യാൻ കണ്ടക്ട് വിത്തൗട്ട് ഡാമേജിങ് ദ ജംഗ്ഷൻ. ജംഗ്ഷൻ ഡാമേജ് ചെയ്യാതെ ഒരു PN ജംഗ്ഷനിൽ കൂടി നമുക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഫോർവേഡ് കറണ്ട് ആണ് എന്ത് മാക്സിമം ഫോർവേഡ് കറണ്ട് എന്ന് പറയുന്നത്. അതിന് തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞ വേറെ കാര്യമുണ്ട്.
ഇത് ഫസ്റ്റ് ഒന്നാമത്തെ കാര്യം. ഓക്കെ. രണ്ടാമത് ഞാൻ തൊട്ട് മുൻപേ പറഞ്ഞേ ഉള്ളൂ. PIV. ഓക്കെ. PIV എന്താണ്? പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്. ഓക്കെ. പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്. അപ്പോൾ ഇതായത് ഈ ഒരു പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കൂടിയ മാക്സിമം റിവേഴ്സ് വോൾട്ടേജ് ആണ് എന്തെന്ന് പറയുന്നത് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കോൾഡ് ആസ് ദ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഒരിക്കലും നമ്മളിപ്പോൾ റെക്ടിഫയറിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഡയോഡൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ നോക്കിയെടുക്കണം. പിന്നെ ഇപ്പോൾ നമ്മൾ കോമൺലി ഈ 1N407 എല്ലാത്തിലും യൂസ് ചെയ്ത് നമുക്ക് എല്ലാവർക്കും അറിയാം. എപ്പോൾ ചോദിച്ചാലും റെക്ടിഫയർ ചോദിക്കാൻ നമ്മൾ അങ്ങ് എഴുതും. ഓക്കെ. അത് പണ്ട് തൊട്ടേ അങ്ങ് പോപ്പുലർ ആയി വന്നുകൊണ്ടാണ്. അല്ലാതെ നമ്മളിപ്പോൾ ഒരു പുതുതായിട്ട് എന്തെങ്കിലുമൊക്കെ നിർമ്മിക്കുന്ന സമയത്ത് നമ്മൾ നോക്കണം പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എത്രയാണ്, അതിന്റെ റേറ്റിംഗ് എത്രയാണ്, അതുപോലെ തന്നെ നമ്മൾ നിർമ്മിക്കുന്ന ആ സർക്യൂട്ടിൽ റിവേഴ്സ് വോൾട്ടേജ് എത്ര വരെ വരും. ഓക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം അവിടെ ആദ്യമേ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ. അതാണ് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പോൾ റിവേഴ്സ് ബയാസിംഗിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം വോൾട്ടേജ് അതാണ് എന്ത് പറയുന്നത് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് മാക്സിമം പവർ റേറ്റിംഗ്. ഓക്കെ. അപ്പോൾ അതായത് ഇവിടെ നമുക്ക് സപ്ലൈ ചെയ്യുന്ന മാക്സിമം പവർ ആണ് എന്ന് പറയുന്നത് മാക്സിമം പവർ റേറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. നമുക്ക് ഇവിടെ സപ്ലൈ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു ജംഗ്ഷനിലോട്ട് സപ്ലൈ ചെയ്യാൻ പറ്റുന്ന മാക്സിമം പവർ ആണ് എന്ന് പറയുന്ന മാക്സിമം പവർ റേറ്റിംഗ് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ എവിടെ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ ഏത് ഡയോഡ് എടുക്കുന്നുണ്ടോ അതിന്റെ ഡാറ്റ ഷീറ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. ഗൂഗിളിൽ കിട്ടും. മുമ്പൊക്കെ ആണെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കുമായിരുന്നു. ഇപ്പോൾ നമുക്ക് PDF ആയിട്ട് ഗൂഗിളിൽ എന്ത് ചെയ്യും ഏതൊരു ഡാറ്റ ഷീറ്റും കിട്ടും. അപ്പോൾ അത് നോക്കി നമ്മൾ എന്ത് ചെയ്യണം അത് നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്. ഓക്കെ. എനിക്ക് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. കണ്ടോ ഈ കാണിച്ചിട്ടുള്ളതാണ് ഒരു നോർമൽ ഇത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന 1N4007 എന്ന് പറയുന്ന നമ്മുടെ റെക്ടിഫയറിലൊക്കെ യൂസ് ചെയ്യുന്ന ഡയോഡാണ്. അപ്പോൾ അതിന്റെ ഡാറ്റ ഷീറ്റാണ് ഈ കാണിച്ചിരിക്കുന്നത്. കണ്ടോ അതിന്റെ ഡയമെൻഷനും ബാക്കി എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച കണ്ട ഫോർവേഡ് കറണ്ട് എത്ര കറണ്ട് ഫോർവേഡ് വോൾട്ടേജ് വേണം, ഫോർവേഡ് വോൾട്ടേജ് എത്രയാണ്, ഇവിടെ പീക്ക് റിവേഴ്സ് കറണ്ട് ഉണ്ടോ, എത്ര റിവേഴ്സ് കറണ്ട് വരെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ. പീക്ക് റിവേഴ്സ് കറണ്ട് അതിന്റെ റേറ്റിംഗ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. എത്ര മൈക്രോ ആംബിയർ വരെയാണ് അവിടെ കൊടുക്കാൻ പറ്റുന്നത്. റിവേഴ്സ് ഉണ്ടോ മൈക്രോ ആംബിയറിൽ. അതുപോലെ തന്നെ പിന്നീട് നമ്മൾ പറഞ്ഞതാണ് ടെമ്പറേച്ചർ ഒക്കെ പറയുന്നുണ്ട്. ദെൻ ഇതിന്റെ ഗ്രാഫുകൾ ഫോർവേഡ് സാച്ചുറേഷൻ ഗ്രാഫും റിവേഴ്സ് ഗ്രാഫും ബാക്കിയെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് റിവേഴ്സ് വോൾട്ടേജിന്റെ ഒക്കെ കപ്പാസിറ്റൻസ് ഗ്രാഫ്. കാരണം ഇത് ശരിക്കും ഒരു കപ്പാസിറ്റർ പോലെ ആക്ട് ചെയ്യും. ഓക്കെ. കപ്പാസിറ്റർ പോലെ ഡയോഡൊക്കെ ആക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന്റെ ഗ്രാഫാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതെന്ന് പറയുന്ന ഇൻസ്റ്റന്റീനിയസ് ഫോർവേഡ് കറണ്ട് ഗ്രാഫാണ്. ഇത് അവർ യൂണിറ്റുകൾ എടുത്തിരിക്കുന്ന വ്യത്യാസമാണ് ഈ തിരിഞ്ഞു വന്നിരിക്കുന്ന ഗ്രാഫ്. ഓക്കെ. ഇതിന്റെ ആവറേജ് ഫോർവേഡ് റെക്ടിഫൈഡ് കറണ്ടിന്റെ ഗ്രാഫ് നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഉണ്ടാവും. പീക്ക് റിവേഴ്സ് വോൾട്ടേജ് കിടക്കുന്നുണ്ടോ. പീക്ക് റിവേഴ്സ് വോൾട്ടേജ് എത്രയാണ് മാക്സിമം വരുന്നത്. മാക്സിമം 50 വോൾട്ട് ആണ്. ഓക്കെ. 50 വോൾട്ട് ആണ് 1N4001 വന്ന് 7 എത്രയാണ് 7 1000. ഇതുകൊണ്ടാണ് നമുക്ക് റെക്ടിഫയർ യൂസ് ചെയ്യാൻ പറ്റുന്നത്. കാരണം റെക്ടിഫയർ നമുക്കറിയാം നമ്മുടെ വീട്ടിൽ വരുന്ന 230 വോൾട്ടാണ്. 230 വോൾട്ടേജ് ഫോർവേഡിലും 230 വോൾട്ടേജ് റിവേഴ്സിലും അത് രണ്ടും എന്തായാലും നടക്കും. കാരണം അവിടെ നമുക്ക് എത്ര വരുന്നുണ്ട് റിവേഴ്സ് സാച്ചുറേഷൻ പീക്ക് റെപ്പിറ്റേറ്റീവ് റിവേഴ്സ് വോൾട്ടേജ് 1000 വരെ വരുന്നുണ്ട്. 1000 വരെ വിത്ത് സ്റ്റാൻഡിന്റെ കപ്പാസിറ്റി ഉണ്ട്. എന്നാൽ 1000 കഴിഞ്ഞ് പോകത്തില്ല. ഓക്കെ. അതാണ് നമ്മൾ 1N407 എന്ന് പറഞ്ഞാൽ അത് തന്നെ എന്ത് ചെയ്യുന്നത് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇത് ഓരോ സീരീസാണ് 1N4001 അതുമുതൽ 1N4007 വരെ ഉണ്ടോ. ഇതാണ് ഡാറ്റ ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡാറ്റ ഷീറ്റ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം ഇതിനെക്കുറിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ അറിയാൻ പറ്റും. ദെൻ എല്ലാം കൊടുത്തിട്ടുണ്ട് അതിനകത്ത് മെക്കാനിക്കൽ ഡാറ്റയും ഫീച്ചേഴ്സ് മാക്സിമം റേറ്റിംഗ്സ് എല്ലാം. ഓക്കെ. അപ്പോൾ ഇതെന്താണ് നമ്മുടെ ഒരു ഡയോഡിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തു ഈ ഒരു ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ PN ജംഗ്ഷൻ ഡയോഡിനെ കുറിച്ച് നമുക്ക് ഇത്രയാണ് എന്ത് ചെയ്യേണ്ടത് ഈ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കാണ് സ്പെഷ്യൽ പർപ്പസ് ഡയോഡ്സ് എന്ന് വെച്ചിട്ട് രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. സാധാരണ ഒരുപാടുണ്ട് അതിൽ സ്പെഷ്യൽ പർപ്പസിൽ. നിങ്ങൾക്ക് രണ്ടെണ്ണേ പറയുന്നുള്ളൂ. ഒന്ന് നമ്മുടെ LEDസും മറ്റൊന്ന് ഫോട്ടോ ഡയോഡും. ഓക്കെ. അപ്പോൾ നമുക്ക് അത് രണ്ടും നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാം എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ.